Hi dear students, let's start the new chapter, Molecular Basis of Inheritance. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂക്ലിക് ആസിഡ്സ് വെയർ ഫസ്റ്റ് ഐസൊലേറ്റഡ് ബൈ, ഇറ്റ് വാസ് ബൈ ഫ്രെഡറിക് മിഷർ. ഫ്രെഡറിക് മിഷറാണ് ന്യൂക്ലിക് ആസിഡ് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത്. ആൻഡ് ഹി കോൾഡ് ഇറ്റ് വാസ് ന്യൂക്ലിയൻ. അദ്ദേഹം കൊടുത്ത ടേം ന്യൂക്ലിയൻ എന്നൊരു ടേമാണ്. ആൻഡ് ദ ടേം ന്യൂക്ലിക് ആസിഡ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഓൾട്ട്മാൻ. ആൾട്ട്മാനാണ് ഈ ന്യൂക്ലിക് ആസിഡ് എന്ന ടേം പ്രൊപ്പോസ് ചെയ്തത്. ബട്ട് ന്യൂക്ലിക് ആസിഡ് ലൈക്ക് മെയിൻലി DNA ആണ് ഐസൊലേറ്റ് ചെയ്തത്. ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് ഫ്രെഡറിക് മിഷറാണ്. സോ ന്യൂക്ലിക് ആസിഡ്സ് വെയർ ഫസ്റ്റ് ഐസൊലേറ്റഡ് ബൈ മിഷർ. ദെൻ DNA. വാട്ട് ഈസ് DNA? ന്യൂക്ലിക് ആസിഡ് ഹാവിങ് ഡിയോക്സി റൈബോസ് ഷുഗർ. നമ്മളൊരു ന്യൂക്ലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കോമ്പോണൻറ്റ്സ്. ന്യൂക്ലിക് ആസിഡ് കൺസിസ്റ്റ് എ പെൻറ്റോസ് ഷുഗർ, then nitrogen base and phosphate group. These are the three components of nucleic acid: pentose sugar, nitrogen base and phosphate group. These are the three components. This pentose sugar is two types. They are ribose sugar and deoxy റൈബോസ് ഷുഗർ. എന്താണ് ഡിയോക്സി റൈബോസ് ഷുഗറും റൈബോസ് ഷുഗറും? 5 കാർബൺ ഷുഗറാണ്. സപ്പോസ് ദിസ് ഈസ് ഫസ്റ്റ് വൺ ഈസ് എ ഡിയോക്സി റൈബോസ് ഷുഗർ. സോറി, ദിസ് എ റൈബോസ് ഷുഗർ. നമ്മൾ റൈബോസ് ഷുഗർ എടുത്താൽ ദിസ് റൈബോസ് ഷുഗർ കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സൈൽ, ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്, ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്, ഹൈഡ്രജൻ CH2H. ദിസ് ഈസ് ദ 5th കാർബൺ ആറ്റം. സോ 5th കാർബൺ ആറ്റം എന്ന് പറയുന്ന ആംസ് ആയിട്ട് കാണുന്നു. റിങ്ങിൽ 4 കാർബണും ഒരു ഓക്സിജനുമാണ് കാണുന്നത്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് റൈബോസ് ഷുഗർ. വേറാസ് ഇൻ ഡിയോക്സി റൈബോസ് ഷുഗർ ഒരു ഡിഫറൻസ് വരുമ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗർ എടുത്താൽ then H and hydrogen is here, hydrogen and hydroxyl group, hydrogen, and this is CH2H. So here one oxygen is completely absent in this deoxyribose sugar than the ribose sugar. അത് deoxyribose sugar. അപ്പോൾ ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കുറവായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ റൈബോസ് ഷുഗർ. അതുകൊണ്ട് തന്നെ RNAയിലാണ് റൈബോസ് ഷുഗർ കാണുന്നത്. RNA ഈസ് മോർ റിയാക്റ്റീവ് ദാൻ DNA. DNAയേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത് RNA കാണപ്പെടുന്നത് അതുകൊണ്ടാണ്. സോ ദീസ് ആർ ദ റൈബോസ് ഷുഗർ. ദിസ് ഈസ് deoxyribose sugar and this is ribose sugar. Nitrogen bases. Nitrogen bases are two types. Nitrogen bases are purines. They are dicyclic. Dicyclic ring ആണ് purines. And pyrimidines, monocyclic ring. Purinesil 4 nitrogen atom, pyrimidinsil 2 nitrogen atom. ഇനി and phosphate group. Phosphate group is in the form of phosphoric acid. Phosphoric acid ഫോമിലാണ് phosphate group പറയുക. ഇതിൽ 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്സ് ആണുള്ളത്. They are DNA and RNA. And here the DNA is a nucleic acid having deoxyribose sugar, is a long polymer of deoxyribose nucleotide. നമ്മളൊരു DNA എടുത്തു കഴിഞ്ഞാൽ DNA consists of a deoxyribose sugar, a nitrogen base and a phosphate group is in the form of, this is a nucleotide. This is another nucleotide. One. This is another one. So it was a one. So DNA is a polynucleotide chain. ഒരു polynucleotide chain ആണ് DNA എന്ന് പറയുക. ഇങ്ങനെ ന്യൂക്ലിയോറ്റൈഡ് കമ്പൈൻ ചെയ്ത് കിട്ടിയ ഒരു polynucleotide chain ആണ് DNA. This is first ഒരു സ്ട്രാൻഡ് ആണിത്. This is one strand. And DNA is double stranded. DNA double strand ആണ്. അതിപ്പോൾ നമ്മൾ ഈ സ്ട്രാൻഡ് പറഞ്ഞത് ഈ സ്ട്രാൻഡ് ഈസ് 5' 3' ഇൻ ഡയറക്ഷൻ. കാരണം ഇതിൻ്റെ 5th കാർബൺ ആറ്റത്തിലാണ് ഫോസ്ഫേറ്റ് ബൈൻഡ് ചെയ്തിരിക്കുന്നതും 3rd കാർബൺ ആറ്റം ഫ്രീ ആണ്. സോ 5' 3' ഡയറക്ഷൻ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള സ്ട്രാൻഡിൽ വരുമ്പോൾ ഈ ഷുഗർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. സോ 3' സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഷുഗർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇങ്ങനെ ഇരുന്ന ഷുഗർ എടുത്ത് തിരിച്ചു വെച്ചു. ഓക്കെ,
So this is another polynucleated chain. This strand lies in 3' 5' direction. So in a double stranded DNA, the strands are anti-parallel. One strand lies in 5', 3', other strand in 3', 5' direction. Okay. Then, ഇതാണ് DNA double strand എന്ന് പറയുന്നത്. In a double strand DNA, adenine is always paired with thymine by double hydrogen bond. Guanine is always paired with cytosine by triple hydrogen bond. So ഇവിടെ cytosine ആണെങ്കിൽ ഇവിടെ guanine by triple hydrogen bond. ഇവിടെ guanine ആണെങ്കിൽ ഇവിടെ cytosine by triple hydrogen bond. Okay. So ഇങ്ങനെയാണ് ഡബിൾ പോളിന്യൂക്ലിയേറ്റഡ് ചെയിൻ ആണ് DNA എന്ന് പറയുക. Okay, coming to first question. DNA is a long polymer of deoxyribonucleotide. Yes, these are the deoxyribonucleotide. So it is a long polymer of deoxyribonucleotide. First option. Nucleoside is formed when the nitrogen base is linked to. അപ്പോൾ നമ്മളിതിൽ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുക. ദിസ് ഈസ് എ പെൻറ്റോസ് ഷുഗർ. ഇതിൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിലേക്കാണ് നൈട്രജൻ ബേസസ് ലിങ്ക് ചെയ്യുക. സപ്പോസ് ഇവിടെ നൈട്രജൻ ബേസ് ലിങ്ക് ചെയ്തു, ഏതർ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഓർ തൈമിൻ by the bond glycosidic bond. This bond is glycosidic. This sugar with a nitrogen base by a glycosidic bond is called as nucleoside. അതിന് പറയുക nucleoside. This nucleoside is called as adenosine. ഈ nucleoside എന്ന് പറയുക adenosine. Then ഇവിടെ guanine ആണെങ്കിൽ അത് guanosine. തൈമിൻ ആണെങ്കിൽ തൈമിഡിൻ, സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റിഡിൻ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയോസൈഡ്. ഇനി ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ വന്നാൽ ബൈ ദ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ദിസ് ഈസ് എ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് വഴി അങ്ങനെ ഒരു ലിങ്ക് കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ലിങ്ക് ചെയ്ത് കിട്ടുന്ന ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് വഴി ലിങ്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നൗ ഇറ്റ് ഈസ് ന്യൂക്ലിയോടൈഡ്. ഇപ്പോൾ ഇതിന് പറയുക ന്യൂക്ലിയോടൈഡ് എന്ന് പറയുക. ന്യൂക്ലിയോടൈഡ് അഡിനോസിൻ പ്ലസ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിൽ അഡിനിലിക് ആസിഡ് ഓർ DNA ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ഡിയോക്സി അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. Deoxyadenosine monophosphate, then guanosine or deoxyguanosine monophosphate, thymidine or deoxythymidine monophosphate, cytidine, deoxycytidine monophosphate. ഇങ്ങനെയാണ് ന്യൂക്ലിയോസൈഡുകൾ കാണപ്പെടുക. സോ ന്യൂക്ലിയോസൈഡ് ഈസ് ഫോംഡ് വെൻ നൈട്രജൻ ബേസ് ആർ ലിങ്ക്ഡ് ടു. നൈട്രജൻ ബേസ് ഷുഗറുമായി ലിങ്ക് ചെയ്യുമ്പോഴാണ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് നമുക്ക് എന്ത് കിട്ടിയ ന്യൂക്ലിയോസൈഡ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ 1 ഷുഗർ. എക്സ്റേ ഡിഫ്രാക്ഷൻ റേറ്റ് ഓഫ് DNA വാസ് പ്രൊപ്പോസ്ഡ്. The double helical structure of DNA was proposed by James Watson and Francis Crick. Double helical structure, James Watson and Francis Crick. അവരാണ് DNA double helical structure propose ചെയ്തത്. And they study about this double helical structure of DNA by from the data obtained from the X-ray diffraction data studied by ഫ്രാങ്ക്ലിൻ ആൻഡ് വിൽക്കിൻസൺ. അവർ സ്റ്റഡി ചെയ്ത എക്സ്റേ ഡിഫ്രാക്ഷൻ റേറ്റിൽ നിന്നുള്ള റിസൾട്ട് വെച്ചിട്ടാണ് അവർ ഫസ്റ്റ് DNA സ്റ്റഡി ചെയ്തത് തന്നെ. സോ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ ഓഫ് DNA വാസ് പ്രപ്പോസ്ഡ് ബൈ വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ. ഓപ്ഷൻ 2 ഓൺലി. വാട്സൺ ആൻഡ് ക്രിക്കാണ് സ്റ്റഡി ചെയ്തത്. ആരുടെ ഡേറ്റയിൽ നിന്നാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ സ്റ്റഡീഡ് ബൈ വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ. സോ ആൻസർ ഓപ്ഷൻ 2. In a DNA molecule, if cytosine is 18%, cytosine is 18% than adenine, then percentage of adenine would be, let's see, you know Chargaff's rule. In a double stranded DNA, number of adenine is equal to number of thymine and number of guanine is equal to number of cytosine. That is adenine plus thymine equal to guanine plus cytosine. അഡിനിന് എത്ര നമ്പർ ഉണ്ടോ അത്രയും തന്നെ തൈമിൻ ഉണ്ടായിരിക്കും. അപ്പോൾ അഡിനിനും തൈമിനും ചേർന്ന് 10 ആണെങ്കിൽ ഗ്വാനിനും സൈറ്റോസിനും ചേർന്നും 10 തന്നെ ആയിരിക്കും കാണുക. ഗ്വാനിൻ പ്ലസ് സൈറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്പർ ഓഫ് അഡിൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് തൈമിന് ഈക്വലാണ്, നമ്പർ ഓഫ് ഗ്വാനിൻ നമ്പർ ഓഫ് സൈറ്റോസിന് ഈക്വലാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA
സൈറ്റോസിൻ 18% സൈറ്റോസിനാണ്. നമുക്കറിയാം ഗ്വാനിൻ എത്രയുണ്ടോ അത്രയും നമ്പർ തന്നെ സൈറ്റോസിനുണ്ടായിരിക്കും. സൈറ്റോസിൻ 18% ആണെങ്കിൽ ഉറപ്പായും ഗ്വാനിന് എത്ര പെർസെൻറ്റേജ് തന്നെ ഉണ്ടാകും? 18%. സോ അപ്പം ഇതിലൊരു 36% എന്ന് പറയുന്നത് എന്താണ്? 36 എന്ന് പറയുന്നത് സൈറ്റോസിനും ഗ്വാനിനും കൂടെ ഉള്ളതാണ്. സൈറ്റോസിനും ഗ്വാനിനും കൂടെ ചേരുമ്പോഴാണ് 36%. ഓക്കെ, ബാക്കിയുള്ള ഒരു 64%, ബാക്കിയുള്ള 64% എന്ന് പറയുമ്പോൾ എന്താണ്? അഡിനിനും തൈമിനും കൂടെ ചേരുന്നതാണ്. സോ ബാക്കി ഒരു 64, അഡിനിൻ പ്ലസ് തൈമിൻ ഈക്വൽ ടു 64%. സോ തൈമിൻ ഈക്വൽ ടു 64/2 എത്ര വരിക? 32%. അപ്പോൾ എങ്ങനെ വരിക? ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ സൈറ്റോസിൻ 18% ആണെങ്കിൽ ദ പെർസെൻറ്റേജ് ഓഫ് അഡിനിൻ എത്ര വരും? 32% ആണ് അഡിനിൻ്റെ പെർസെൻറ്റേജ്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 2. ആൻസർ ഓപ്ഷൻ 2. ചർഗാഫ്സ് റൂഫ് അപ്ലൈ ടു ഓൺലി ഇൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ. ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയുടെ കേസിലാണ്. കാരണം പെയറിംഗ് നടക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ചർഗാഫ്സ് റൂളിന് പ്രാധാന്യമുള്ളൂ. സോ ദിസ് ചർഗാഫ്സ് റൂൾ ഈസ് അപ്ലൈ ടു ഓൺലി ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ. Then in the given diagram identify A, B and C. Let's see. നമ്മൾ പറയുന്നു ക്രൊമാറ്റിൻസ്. ഒരു ന്യൂക്ലിയസിൽ ക്രൊമാറ്റിൻസ് ആയിട്ടാണ് ഡി എൻ എയും മെറ്റീരിയൽസും കാണപ്പെടുക. സോ ഡി എൻ എ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ദിസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഡി എൻ എ ഈസ് ഓൾവേസ് സീൻ അസോസിയേറ്റഡ് വിത്ത് സം പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് കോൾഡ് ആസ് ഹിസ്റ്റോൺസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോണുമായി കമ്പൈൻ ചെയ്തായിരിക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് ഡി എൻ എ കാണപ്പെടുക. നമ്മളിപ്പോൾ ഡി എൻ എസ് ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിസ്റ്റോൺ. ഹിസ്റ്റോൺസ് ആർ ഹിസ്റ്റോൺ 1, ദെൻ H2A, H2B, H3 ആൻഡ് H4. ഇങ്ങനെ നമുക്ക് 5 ടൈപ്സ് ഓഫ് ഹിസ്റ്റോൺസ് കാണപ്പെടുന്നുണ്ട്. അതിൽ ഹിയർ H2A, ഇതിപ്പോൾ H2B, H3 ആൻഡ് H4. ഇതിപ്പോൾ 4 ഹിസ്റ്റോണാണ്. H21, H2A, H2B, H3 ആൻഡ് H4. ഇതിൽ ഒരു 2 molecules ഓഫ് H2A ഉണ്ടെന്ന് വിചാരിക്കാം, 2 molecules ഓഫ് H3, 2 molecules ഓഫ് H2B, H4, then 2 molecules of H2B. So 2 molecules of here ഏതെല്ലാമാണ് ഉള്ളതെന്ന് നോക്കിയാൽ 2 molecules of H2A, അത് 2 molecules, 2 molecules of H2B, 2 molecules of H3, 2 molecules of H4. ടോട്ടൽ എത്ര ഹിസ്റ്റോൺ ഉണ്ട്? 8. ദിസ് ഈസ് കോൾഡ് ആസ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഇതിന് പറയുക ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. നമ്മൾ ഡിന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ഹെലിക്കലി വൗണ്ട് ചെയ്താണ് ഡി എൻ എ കാണപ്പെടുന്നത്. ഇതൊരു ഹിസ്റ്റോൺ ഒക്ടാമർ ആണെങ്കിൽ അതിന് ഡി എൻ എ ഇങ്ങനെ വൗണ്ട് ചെയ്യാണ്. ഇങ്ങനെ വൗണ്ട് ചെയ്ത് പുറത്ത് വന്നു. ഇനി അതുപോലെ അടുത്ത ഹിസ്റ്റോണിലേക്ക് ഇങ്ങനെ വൗണ്ട് ചെയ്യാൻ പോവാണ്. The length of the DNA which wound this histone octamer is called as core DNA. And DNA histone octamer with DNA are called as nucleosome. Octamer with DNA are called as nucleosome. Histone octamer DNA കൂടെ ചേർന്ന കോമ്പിനേഷൻ ആണ് ന്യൂക്ലിയോസോം എന്ന് പറയുക. അപ്പോൾ ഈ ന്യൂക്ലിയോസോമിൽ കാണപ്പെടുന്ന ഹിസ്റ്റോൺസ് ഏതൊക്കെയാണ്? H2A, H2B, H3 ആൻഡ് H4. ഇതെല്ലാം ന്യൂക്ലിയോസോമൽ ഹിസ്റ്റോൺ ആണ്. എന്നാൽ ഇത് നോക്കി, ആ ന്യൂക്ലിയോസോമൽ ഹിസ്റ്റോൺ ഒക്ടാമറിനെ വൗണ്ട് ചെയ്യുന്ന ഡി എൻ എ നമ്മൾ പറഞ്ഞു കോർ ഡി എൻ എ. ഇനി ഇത് അടുത്ത ഹിസ്റ്റോൺ ഒക്ടാമർ. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡി എൻ എ ബിറ്റ്വീൻ 2 ന്യൂക്ലിയോസോം, 2 ന്യൂക്ലിയോസോമിന് ഇടയിൽ കാണപ്പെടുന്ന ഡി എൻ എയുടെ ലെങ്തിന് നമ്മൾ പറയുക ലിങ്കർ ഡി എൻ എ എന്ന് പറയും. യൂഷ്വലി ദ H1 ഹിസ്റ്റോൺസ് ആർ സീൻ അസോസിയേറ്റഡ് വിത്ത് ലിങ്കർ ഡി എൻ എ. ലിങ്കർ ഡി എൻ എയുടെ അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് H1 ഹിസ്റ്റോൺ ആണ്. H1 ഹിസ്റ്റോൺ എപ്പോഴും ഈ ലിങ്കർ ഡി എൻ എയുടെ അസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും. ക്വസ്റ്റ്യൻ അപ്പം നോക്കി, വാട്ട് ഈസ് എ ഈസ് ദ കോർ ഡി എൻ എ.
then B H1, C is histone octamer. So ഇപ്പോൾ എന്ത് വരും? A DNA വരും, B H1 ഹിസ്റ്റോൺ വരും, C ഹിസ്റ്റോൺ ഒക്ടാമർ വരും. ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ 1. നെയിം ദ ഹിസ്റ്റോൺ പ്രോട്ടീൻ വിച്ച് ടുഗദർ ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ സ്ട്രക്ചർ. ഏതാ ഒക്ടാമറിൻ്റെ പാർട്ടായി മാറിയിരിക്കുന്നത്? 2 molecules of H2A, 2 molecules of H2B, 2 molecules of H3 and 2 molecules of H4. സോ ഇപ്പോൾ ഏതാ ഒരു ആൻസർ? ആൻസർ H2A, H2B, H3 and H4. ആൻസർ ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് ഇതിലെ ആൻസറായി വരിക. Similar experiments like Michelson and Stahl. See, the double helical structure of DNA was proposed by James Watson and Francis Crick. അതുപോലെ തന്നെയാണ് they proposed the semi-conservative method of DNA replication. Watson and Crick പറഞ്ഞത് the DNA replication was semi-conservative. The semi-conservative method of DNA replication was proposed by James Watson and Francis Crick. അപ്പോൾ എന്താണ് semi-conservative method എന്ന് പറയുമ്പോൾ? സപ്പോസ് ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ ബോത്ത് ഓഫ് ദിസ് സ്ട്രാൻഡ്സ് ആക്ട് ആസ് ടെംപ്ലേറ്റ്. രണ്ടും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റഡ് ആയി. ആൻഡ് ഈച്ച് സ്ട്രാൻഡ് ഈസ് ഏബിൾ ടു സിന്തസൈസ് ന്യൂ സ്ട്രാൻഡ്. ഇതിൽ നിന്നൊരു പുതിയ സ്ട്രാൻഡ് കിട്ടി, ഇതിൽ നിന്നൊരു പുതിയ സ്ട്രാൻഡ് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് DNA കിട്ടി ഫ്രം 2 DNA. ആൻഡ് ഹിയർ ഇൻ ദിസ് ഡോട്ടഡ് DNA one of the two strand is always parental strand. രണ്ടിൽ ഒരെണ്ണം എപ്പോഴും എന്തായിരിക്കും? parental strand ആയിരിക്കും. This is semi-conservative method. This semi-conservative method was experimentally proved by Michelson and Stahl. They conducted their experiment in E. coli bacteria. ഒരു 20 മിനിറ്റിൽ ഒരു മൾട്ടിപ്ലൈയും അതോടൊപ്പം 20 മിനിറ്റിൽ DNA റെപ്ലിക്കേഷൻ നടക്കും. സോ ഒരു E. coli ബാക്ടീരിയയിലാണ് Michelson and Stahl ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അപ്പോൾ ഈ Michelson and Stahlനെ ഫോളോ ചെയ്തുകൊണ്ട് the same type of experiment was conducted by Taylor. This experimental organism Vicia faba. Vicia faba was the experimental material of Taylor. അദ്ദേഹം എന്തിനെ ഫോളോ ചെയ്തത്? അദ്ദേഹം എന്തിനെ തന്നെയാണ് പ്രപ്പോസ് ചെയ്ത സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് DNA replication in followed by Michelson and Stahl. Okay. Name the heavy isotope used by Michelson and Stahl for proving the semi conservative mode of DNA. ഈ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് DNA പ്രൊപ്പോസ് ചെയ്യാൻ Michelson and Stahl രണ്ട് ടൈപ്പ് ഐസോട്ടോപ്പ് ഉപയോഗിച്ചു. നൈട്രജൻ്റെ രണ്ട് ടൈപ്പ് ഐസോട്ടോപ്പ് N15 ആൻഡ് N14 ഐസോട്ടോപ്പ്. ആൻഡ് ഹിയർ N14 ഈസ് ദ ലൈറ്റർ ഐസോട്ടോപ്പ്, N15 ഈസ് ദ ഹെവിയർ ഐസോട്ടോപ്പ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉപയോഗിച്ച ഹെവിയർ ഐസോട്ടോപ്പ് ഏതായിരുന്നു? ദ ഹെവിയർ ഐസോട്ടോപ്പ് ഈസ് N15 ക്ലോറൈഡ്. സോ ഓപ്ഷൻ 1 N15 ക്ലോറൈഡ്. Then identify A, B and C. നമ്മളൊരു DNA റെപ്ലിക്കേഷൻ പറയുമ്പോൾ നെക്സ്റ്റ് ദിസ് ഡയഗ്രാം ഐഡൻറ്റിഫൈ A, B and C നമുക്കിങ്ങനെ തന്നിരിക്കുകയാണ്. DNA റെപ്ലിക്കേഷൻ ഡയഗ്രാമാണ്. നമുക്ക് DNA റെപ്ലിക്കേഷൻ അറിയാം. 5' 3' സ്ട്രാൻഡ്, ദിസ് ഈസ് 3' 5' സ്ട്രാൻഡ്. ഇപ്പോൾ രണ്ട് DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഒരു സ്ട്രാൻഡിൽ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയി നടക്കും. അടുത്ത സ്ട്രാൻഡിൽ എന്ന് പറയുന്ന DNA റെപ്ലിക്കേഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുക. സോ വി ഹാവ് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആൻഡ് കണ്ടിന്യൂസ് സ്ട്രാൻഡ്. സോ വാട്ട് ഈസ് A ഹിയർ? A ഈസ് ദ കണ്ടിന്യൂസ് സ്ട്രാൻഡ്. സോ A എന്ന് പറയുന്നത് ഇവിടുത്തെ കണ്ടിന്യൂസ് സ്ട്രാൻഡാണ്. സിന്തസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സ്ട്രാൻഡ്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് സ്ട്രാൻഡ്. B ഈസ് ദ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്. സോ ഹിയർ ഇസ് B. B it is discontinuous strand. And these fragments are Okazaki fragments. ഇവിടെ ഉണ്ടാകുന്ന ഫ്രാഗ്മെൻറ്റ്സ് ആണ് Okazaki. This is discontinuous strand. Then what is C? C is the template. C എന്ന് പറഞ്ഞ ഈ സ്ട്രാൻഡാണ്. ഇത് രണ്ടും ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ സ്ട്രാൻഡ്. സോ ഹിയർ ദ ആൻസർ A continuous, B is discontinuous, T template strand. Okay. Then polycistronic transcriptional unit code for. പോളിസിസ്ട്രോൺ. അപ്പം നമുക്കറിയാം ഒരു ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് എടുത്താൽ ഒരു ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റിൽ ഒരു പ്രൊമോട്ടറുണ്ട്, സ്ട്രക്ചറൽ ജീനുണ്ട്, ദെൻ ടെർമിനേറ്ററുണ്ട്. എന്നാൽ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ജീൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് പോളിസിസ്ട്രോൺ. ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ജീൻ, ഓരോ സ്ട്രക്ചറൽ ജീനും ഓരോ ട്രാൻസ്ക്രൈബ് ചെയ്യും, ഓരോ ടൈപ്പ് പ്രോട്ടീൻ ഉണ്ടാക്കുകയും ചെയ്യും.
സോ പോളിസിസ്ട്രോണിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് യൂഷ്വലി പ്രോകാരിയോട്സിലേക്കായിരിക്കും കാണപ്പെടുക. പോളിസിസ്ട്രോണിക് മെനി പോളിപെപ്റ്റൈഡ്സ് ദ പ്രൊഡ്യൂസ് മെനി പോളിപെപ്റ്റൈഡ്. മെനി പോളിപെപ്റ്റൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പോളിസിസ്ട്രോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ RNA polymerase to transcribe. This RNA polymerase to transcribe heterogeneous RNA. RNA polymerase 1 for rRNA. RNA polymerase 2 for mRNA. RNA polymerase 3 for tRNA. സോ RNA പോളിമറേസ് 2 എന്ന് പറയുന്നത് എന്താണ്? മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA ട്രാൻസ്ക്രിപ്ഷനെ ഹെൽപ്ഫുള്ളാകുന്ന എൻസൈമാണ്. ഹെട്രോജീനസ് RNA ആണ്. ഫസ്റ്റ് ഹെട്രോജീനസ് RNA ആണ് HNRNA. ഹെട്രോജീനസ് RNA ആണ് പിന്നീട് എന്തായി മാറുക? mRNA മാറുന്നത്. സോ RNA പോളിമറേസ് 2 എന്താണ്? ഹെട്രോജീനസ് RNA ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ 1. ഇൻ ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. സോ നമുക്കൊരു ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ കിട്ടുന്നത് ഹെട്രോജീനസ് RNA ആണ്. ഇതിപ്പോൾ ഒരു ഹെറ്ററോജീനസ് RNA ആണെങ്കിൽ ദിസ് ഹെറ്ററോജീനസ് RNA കണ്ടെയ്ൻ ഇൻട്രോൺസ് ആൻഡ് എക്സോൺസ്. ഹെറ്ററോജീനസ് RNA എടുത്താൽ അതിൽ ഇൻട്രോൺസ് ഉണ്ട്, എക്സോൺസ് ഉണ്ട്. സോ ഇത് വരുമ്പോഴേക്കും ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്പ്ലൈസിങ് നടത്തുന്നു. സ്പ്ലൈസ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും? ഇതിനെ ക്ലീവ് ചെയ്ത് മാറ്റി. ഇപ്പോൾ നമുക്കിടയിലുള്ള ഇൻട്രോൺസ് ഉണ്ട്. ആൻഡ് ദീസ് ഇൻട്രോൺസ് ആർ ജോയിൻ ടുഗദർ ബൈ ദ എൻസൈം ലിഗേസ് ആൻഡ് DNA പോളിമറേസ്. DNA പോളിമറേസും ലിഗേസും വഴി ഇൻട്രോൺസിനെ ജോയിൻ ചെയ്തു, എക്സോൺസിനെ റിമൂവ് ചെയ്ത് ഇൻട്രോൺസ്. ദിസ് ഈസ് ഫോളോഡ് ബൈ ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. ഒരു ക്യാപ്പിംഗ്, അതായത് ഇതിൻ്റെ 5' എൻഡിലേക്ക് ഗാനോസിൻ മീഥൈൽ ഫോസ്ഫേറ്റ് ഇവിടേക്ക് ആഡ് ചെയ്യും 5' എൻഡിലേക്ക്. ദിസ് ഈസ് ക്യാപ്പിംഗ്. ദെൻ അതിൻ്റെ 3' എൻഡിലേക്ക് അഡിനിൻ റെസിഡ്, അതായത് ഒരു 200 ബേസ് പെയർസ് ഓഫ് അഡിനിൻ റെസിഡ്യൂസ് ആഡ് ചെയ്യപ്പെടുന്നു. ദിസ് ഈസ് കോൾഡ് ആസ് ടെയിലിംഗ്. സോ ദിസ് ഈസ് ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. So what is capping? An unusual guanosine nucleotide is added to the 5' end is called as capping. An unusual nucleotide is added to the 5' end of HNRNA. HNRNA 5' എൻഡിൽ ഒരു അൺയൂഷ്വൽ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക? ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ 1. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ ആൻഡ് ലെവൽ A to F. A എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്. A അമിനോ ആസിഡ് ആം. tRNAയുടെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ A tRNAയുടെ അമിനോ ആസിഡ് ആണ്. ക്ലോവർ ലീഫ് മോഡൽ സ്ട്രക്ചറുള്ള tRNAയുടെ അമിനോ ആസിഡ് ആണ് A. Then B is the T loop. B is T loop. C is anti-codon loop. C എന്ന് പറയുന്നത് ഇവിടുത്തെ ആൻറ്റി-കോഡോൺ ലൂപ്പാണ്. ഡി എന്ന് പറയുന്ന ആൻറ്റി-കോഡോൺ, ഇപ്പോൾ AUGയുടെ ആൻറ്റി-കോഡോൺ ആണ് ഡി കൊടുത്തിരിക്കുന്നത്, ആൻറ്റി-കോഡോൺ. ഈ കോഡോൺ എഫ് ഇതിൻ്റെ വേരിയബിൾ ആമാണ്. സോ ആൻസർ ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് കോഡോൺ UAG. നമുക്കറിയാം സ്റ്റോപ്പ് കോഡോൺസ് ആരൊക്കെയാണ്? UAA, UGA, UAG. ഇവരാണ് സ്റ്റോപ്പ് കോഡോൺസ് ഓർ നോൺസെൻസ് കോഡോൺസ്, നോട്ട് കോഡ് എനി അമിനോ ആസിഡ്. ഇതിൽ UAG അമ്പർ, UAG എന്ന് പറയുന്ന അമ്പറാണ്. ദെൻ ഒപ്പാൽ, ഒക്കർ, ഇങ്ങനെയാണ് ഇതിൻ്റെ നെയിം. അപ്പോൾ UAG എന്ന് പറയുന്ന ആരാണ്? അമ്പർ. UAG is also called as AMBER. Option 2. What is the purpose of untranslated region present in an mRNA? ഒരു mRNA untranslated region function എന്ന് പറഞ്ഞാൽ it increases the efficiency of translation. So it is nothing but option 3 for efficient translation. Identify the correct match between the codon and coding function. AUG. AUG is called as the start codon. Start codon എന്ന് പറയുന്നതാണ് AUG code the amino acid methionine. AUG code in amino acid ആണ് methionine.
അപ്പോൾ AUG എന്താ വരിക? മെഥിയോണിൻ A2 വരും. ദെൻ UAA is a stop codon, not code any amino acid. അപ്പോൾ എന്താ? ടെർമിനേഷൻ വരും. സോ B4 വരും. UAA ടെർമിനേഷൻ B4. ദെൻ UUU കോഡ് ചെയ്യുന്ന എന്തിനെയാണ്? ഫിനൈൽ അലാനിൻ എന്ന അമിനോ ആസിഡിനെയാണ് UUU കോഡഡ്. ഫിനൈൽ അലാനിൻ എന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു UUU. നെക്സ്റ്റ് ഈസ് UGG കോഡ് ചെയ്യുന്ന എന്തിനെയാണ്? UGG ട്രിപ്റ്റോഫാനെയും കോഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക ആൻസർ? AUG മെത്തിയോണിൻ, UAA ടെർമിനേഷൻ, ദെൻ UUU ഫിനൈൽ അലാനിൻ, UGG ട്രിപ്റ്റോഫാൻ. ആൻസർ ഓപ്ഷൻ 2. സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ മാച്ച് ദ ഫോളോയിങ്. സിഗ്മ ഫാക്ടർ. ഇപ്പം നമ്മൾ ഈ RNA പോളിമറൈസ് എൻസൈമിനകത്തേക്ക് ഒരു സിഗ്മ ഫാക്ടർ ഉണ്ട്. ആ സിഗ്മ ഫാക്ടർ ബൈൻഡ് ചെയ്തതിന് ശേഷമാണ് റിലീസ് ചെയ്യുന്നതും ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതും. സോ സിഗ്മ ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് ഇനിഷ്യേഷൻ ഫാക്ടർ. സോ A2 ആണ്. സിഗ്മ ഫാക്ടർ ഈസ് ഇനിഷ്യേഷൻ ഫാക്ടർ. A2 സിഗ്മ ഫാക്ടർ ഈസ് ദ ഇനിഷ്യേഷൻ ഫാക്ടർ. ക്യാപ്പിംഗ് നമ്മൾ പറഞ്ഞു, ഗാനോസിൻ ന്യൂക്ലിയോടൈഡ് 5' എൻഡിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണെന്ന് പറയുക ക്യാപ്പിംഗ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ക്യാപ്പിംഗ് എന്താണ്? A2 പറഞ്ഞു. ദെൻ B4 5' എൻഡിൽ ഗാനോസിൻ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ്. സോ B4. ടെയിലിംഗ് എന്താണ്? 3' എൻഡിലാണല്ലോ. 3' എൻഡിലേക്ക് എന്താണ്? ഒരു അൺയൂഷ്വൽ ന്യൂക്ലിയോടൈഡ് അഡിനോസിൻ അഡിനിൻ റെസിഡ്യൂസ് 3' എൻഡിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടെയിലിംഗ് എന്ന് പറയുക. അപ്പോൾ ടെയിലിംഗ് എന്താണ്? 3' എൻഡ്. കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. നമുക്കറിയാം DNA ഡബിൾ സ്ട്രാൻഡ് ആണ്. DNAക്ക് 3 സ്ട്രാൻഡ് ഉണ്ട്. 3', 5' ഉണ്ട്, 5', 3'. ആൻഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ദിസ് 3', 5' സ്ട്രാൻഡ് ഈസ് കോൾഡ് ആസ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അതിന് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നും ദിസ് 5', 3' സ്ട്രാൻഡ് ഈസ് കോഡിംഗ് സ്ട്രാൻഡ് ബിക്കോസ് ഇറ്റ് സീക്വൻസ് ആർ സിമിലർ ടു RNAക്ക് സിമിലർ ആയതുകൊണ്ടാണ് അതിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. സോ കോഡിംഗ് സ്ട്രാൻഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? 5', 3'. സോ കോഡിംഗ് സ്ട്രാൻഡ് എങ്ങനെയാണ് കാണുക? കോഡിംഗ് സ്ട്രാൻഡ് 5', 3' ഡയറക്ഷനിലാണ് കാണുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ നോക്കാം. A സിഗ്മ ഫാക്ടർ ഇനിഷ്യേഷൻ A2, ദെൻ B ക്യാപ്പിംഗ് 4, C ടെയിലിംഗ് 5, D കോഡിംഗ് സ്ട്രാൻഡ് 1. ഓപ്ഷൻ 1 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇൻ ഈക്വളി hydrolysis of disaccharide lactose into galactose is performed by which gene? ഈക്വളി അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. enzyme needed for the conversion of lactose into glucose and galactose by the enzyme beta galactosidase. So this is answer option 3. Then match the following. What is operon? A set of gene control the metabolism. Metabolism control a set of gene ആണ് operon. അതിൽ 2 types of operon ആണ് നമുക്ക് പഠിക്കാനുള്ള operon, lac operon. Lac operon means a set of gene that control the metabolism of lactose. ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ജീനെയാണ് ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത്. നമ്മളൊരു ലാക് ഓപ്പറോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ലാക് ഓപ്പറോൺ എടുത്താൽ അതിലൊരു റെഗുലേറ്ററി ജീനുണ്ട്, ദെൻ ഒരു പ്രൊമോട്ടറുണ്ട്, ഓപ്പറേറ്ററുണ്ട്, ദെൻ സ്ട്രക്ചറൽ ജീനുണ്ട് ZYA. ഇത് സ്ട്രക്ചറൽ ജീനും. So these are a set of gene which control the lactose metabolism. അതിനാണ് നമ്മൾ ലാക് ഓപ്പറോൺ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ലാക്ടോസ് ഇമീഡിയത്തിലുണ്ടെങ്കിൽ നമുക്കറിയാം, ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രം ലാക്ടോസിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ മതി. ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മതി. സോ ലാക്ടോസ് ഇമീഡിയത്തിലില്ലെങ്കിൽ ഐ ജീൻ പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ കോൾഡ് ആസ് റിപ്രസർ. റിപ്രസ് എന്നൊരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഐ ജീൻ പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ റിപ്രസർ. This repressor bind with the repressor binding site of operator. ഓപ്പറേറ്ററിൻ്റെ റിപ്രസർ ബൈൻഡിങ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
the enzyme DNA polymerase can't bind in this promoter and can't move through the structural gene. അതിന് ആ സ്ട്രക്ചറൽ ജീനോട് അവിടെ വന്ന് ബൈൻഡ് ചെയ്യാനോ മൂവ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ 3 ജീനും ട്രാൻസ്ക്രൈബ് ചെയ്യുകയോ ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ ചെയ്യില്ല. സോ ദർ ഈസ് നോ ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷൻ അവിടെ പോസിബിൾ ആകില്ല ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്. അപ്പോൾ ലാക്കോപ്രോണിൽ ലാക്ടോസിൻ്റെ ആബ്സെൻസിൽ ഇവിടെ ജീൻ എക്സ്പ്രഷൻ നടക്കില്ല. ബട്ട് ഇഫ് ദ മീഡിയം കണ്ടെയ്ൻ ലാക്ടോസ് ഉണ്ടെങ്കിൽ ദിസ് ലാക്ടോസ് ആക്ട് ആസ് ഇൻഡ്യൂസർ. ലാക്ടോസ് ഇവിടെ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യും. ബിക്കോസ് നമുക്കറിയാം ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ജീൻ എക്സ്പ്രസ് ചെയ്ത് അതിന് എൻസൈം വേണ്ടി വരൂ. സോ ഇഫ് ദിസ് മീഡിയം കണ്ടെയ്ൻ ലാക്ടോസ്, ദിസ് ഐ ജീൻ പ്രൊഡ്യൂസ് റിപ്രസർ, ദിസ് ലാക്ടോസ് ബൈൻഡ് വിത്ത് റിപ്രസർ. Now this repressor is not able to bind on this operator. ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ അത് ഏബിൾ അല്ല. സോ ഓപ്പറേറ്റർ ഓപ്പൺ ആയിരിക്കും, അതായത് സ്വിച്ച് ഓൺ ആയിരിക്കും. ദിസ് DNA polymerase enzyme can travel through this Z gene, Y gene, A gene. As a result, the Z gene produce the enzyme beta galactosidase, Y gene produce the enzyme permease, and A gene produce transacetylase, and permease and transacetylase are finally converted to beta galactosidase. This beta galactosidase hydrolyze lactose into glucose and galactose. This is called as lacoperon. These are a set of genes involved in lactose metabolism. അപ്പോൾ ലാക്ടോസ് ഉള്ളപ്പോൾ മാത്രമേ ജീൻ എക്സ്പ്രസ് ചെയ്യും, ലാക്ടോസ് ഇല്ലെങ്കിൽ ജീൻ അവിടെ സപ്രസ്ഡ് ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ആസ് ലാക്കോപ്രോൺ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ സെഡ് ജീൻ്റെ പ്രോഡക്റ്റ് എന്താണ്? സെഡ് ജീൻ ഈസ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ദെൻ വൈ ജീൻ പ്രോഡക്റ്റ് എന്താണ്? വൈ ജീൻ പ്രൊഡ്യൂസ് ട്രാൻസ് അസെറ്റലൈസ്. സോ A3 വരുന്നു, B1 വരും, A3 B1. ദെൻ A ജീൻ എന്താണ്? സെഡ് ജീൻ എന്ന് പറയുന്നത് ബീറ്റാ ഗാലക്ടോസിഡസ്. സോ A3 വരും. വൈ ജീൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെർമിയസ്. സോ B2 വരും. ദെൻ A ജീൻ്റെ പ്രോഡക്റ്റ് ട്രാൻസ് അസെറ്റലൈസും ആണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2. ആൻസർ ഓപ്ഷൻ 2. സ്ട്രക്ചറൽ ജീൻ, ഇതിലേതാണ് സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്? ബൈൻഡിങ് സൈറ്റ് ഫോർ റിപ്രസർ അല്ല, കോഡ് ഫോർ റിപ്രസർ പ്രോട്ടീൻ, ഇൻഡ്യൂസ് ദ ലാക്ടോസ് ട്രാൻസ്പോർട്ട് ഫ്രം ദ മീഡിയം, കോഡ് ഫോർ ദ എൻസൈം പ്രോട്ടീൻ. സോ A4 വരും. ഓപ്പറേറ്റർ ജീൻ, ഓപ്പറേറ്റർ എന്താണ്? ബൈൻഡിങ് സൈറ്റ് ഫോർ റിപ്രസർ പ്രോട്ടീൻ. സോ 1. പ്രൊമോട്ടർ, ബൈൻഡിങ് സൈറ്റ് ഫോർ RNA polymerase. റെഗുലേറ്റർ, കോഡ് ഫോർ റിപ്രസർ പ്രോട്ടീൻ. ആൻസർ ഓപ്ഷൻ 4. സോറി ഓപ്ഷൻ 3 ആണ് ആൻസർ. ഗിവൺ ബിലോ ABCDE എന്താണ്? എ എന്ന് പറയുന്നത് ബീറ്റാ ഗാലക്ടോസിഡേസ്, ബി പെർമിയസ്, ട്രാൻസ് അസെറ്റലൈസ്, ഡി റിപ്രസർ പ്രോട്ടീൻ, ഇ ഇൻഡ്യൂസർ. ആൻസർ ഓപ്ഷൻ 1. സോ വി കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ആ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് ഇയറിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് വേരിയേഷൻ അത് സ്റ്റാർട്ട് ചെയ്യാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇതിൽ നമ്മൾ ആക്ച്വലി പഠിക്കുന്നത് ഹ്യൂമൻ ജനറ്റിക്സ് ആണ്. ജനറ്റിക്സ് ചാപ്റ്റർ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. And this term genetics was proposed by William Bateson. He proposed the term genetics. So this term genetics was proposed by William Bateson. Then what is this genetics? It is nothing but the study of heredity and variation. Study of heredity and variation called as genetics. And the term inheritance is the process by which characters are transferred from parents to offspring. The process by which characters are transferred from parents to offspring called as inheritance. Inheritance is the key for variation. Inheritance is the key of heredity. Means the tendency of an offspring to show similarity to their parents called as heredity. Similarly, the tendency of an offspring to differ from their parents called as variation.
study of this heredity and variation called as genetics. So it is genetics, study of heredity and variation. Okay. ഈ ജനറ്റിക്സിൽ നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ടേം ആൻഡ് ഹിയർ ദിസ് ജനറ്റിക്സ്, ദിസ് ഫാദർ ഓഫ് ജനറ്റിക്സ് ഈസ് Gregor Johann Mendel is considered as the father of genetics. Gregor Johann Mendel, father of genetics or father of modern genetics. Thomas Hunt Morgan is the father of experimental genetics. Thomas Hunt Morgan. Actually, ഇവിടെ നമ്മൾ ജീനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജീൻ, ദീസ് ആർ സം സ്മോളസ്റ്റ് യൂണിറ്റ് പ്രസൻറ്റ് ഇൻ ദ DNA റെസ്പോൺസിബിൾ ഫോർ എ പർട്ടിക്കുലർ ക്യാരക്ടർ. ബട്ട് മെൻ്റൽ ഇങ്ങനെ ഒരു ടേം ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. ദിസ് ടേം ജീൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ജൊഹാൻസൺ. ദ ടേം ജീൻ പ്രപ്പോസ്ഡ് ബൈ ജൊഹാൻസൺ. Okay. So study of this heredity and variation called as genetics. And we are going to learn some important terms used in genetics. Some important terms used in genetics are alleles. What is allele? The alternate form of a gene called as alleles. ഒരു ജീനിൻ്റെ alternate form. That alternate form of a gene called as alleles. Suppose this is a particular gene for stem length. The character is here stem length. The character stem length have two traits. The traits are either tall or dwarf. These are the two traits of stem length. And here the character stem length is controlled by a gene. And this gene have two alternate form. They are capital T and small t. Capital T for tallness and small t for dwarfness. These alternate forms of gene are called as alleles. Okay. So what is allele? Alternate form of gene called as alleles. Next. Homozygous. Homozygous condition. Suppose these are a pair of factors. If a particular character is controlled by a pair of identical allele, that condition is called as homozygous. A particular character is controlled by a pair of identical allele, that is homozygous. Small t for dwarfness, that is homozygous condition. Then another term is heterozygous. If a particular character is controlled by a pair of non-identical allele, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് ഒരു പേർ നോൺ ഐഡൻറ്റിക്കൽ അല്ലിലാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ദറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. ഹിയർ ദിസ് ടോൾനെസ് ഈസ് കൺട്രോൾഡ് ബൈ പെയർ ഓഫ് നോൺ ഐഡൻറ്റിക്കൽ അല്ലിൽ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി, ദറ്റ് ഈസ് ഹെറ്ററോസൈഗസ്. ദെൻ dominant character, commonly used term dominant character. What is dominant character? The character which is expressed in the homozygous condition, sorry, heterozygous condition is called as dominant character. See, in this heterozygous condition, the allele for tallness and dwarfness is here, but only the alleles for tallness is expressed. Such a character expressed in the heterozygous condition are called as dominant character. So the character which is expressed in the heterozygous condition are dominant. Here tall is the dominant character. And those character which is suppressed in the heterozygous condition, here this small t and its character is dwarfness. The dwarfness is here suppressed. The character which is suppressed in the heterozygous condition are called as recessive character. Recessive character means those character which is suppressed in the heterozygous condition are recessive character. Another term are phenotype. Another term used in genetics are phenotype. You know what is phenotype? Physical expression. This tallness is a physical expression. The flower color, red, white. So these are some physical expression of a character called as phenotype. Another term is genotype. We know all these physical expressions are provided by some factors present in our nucleus or chromosome in our DNA. That factors responsible for this phenotype are called as genotype or the internal genetic constitution. That internal genetic constitution are called as genotype. The factors responsible for the phenotype or the internal genetic constitution called as genotype. Another term is hybrid. Hybrid is the offspring. Suppose we crossed a tall and dwarf plant and we got a tall plant. This offspring obtained by crossing two genetically different individuals are called as hybrid. So the product or offspring obtained by crossing two genetically different individuals are called as hybrid. Okay. So these are some terms commonly used in genetics.
Then coming to the first question, which among the following is a wrong pair? First one, the term gene is coined by, the term gene coined by Johansen. It was Johansen, he coined the term gene. Mendel not used the term genes. Mendel used factors instead genes. So the term gene was proposed by Johansen. Then the term genetics was coined by, it's William Bateson. William Bateson proposed the term genetics. The term genetics was proposed by William Bateson. Checkerboard system. Checkerboard system. This checkerboard system was proposed by Reginald C. Punnett. Reginald C. Punnett, a British geneticist. So Reginald C. Punnett proposed the checkerboard. It is also known as Punnett square method. So it is R. C. Punnett, Reginald C. Punnett. Then chromosome theory of inheritance. This chromosome theory of heredity was proposed by Walter Sutton and Theodore Boveri. Walter Sutton and Theodore Boveri in 1902. The chromosome theory of heredity or the chromosome theory of inheritance was proposed by Walter Sutton and Theodore Boveri in 1902. They independently worked on chromosome and proposed the theory, the chromosome theory of inheritance by Walter Sutton and Theodore Boveri. Okay. So here the answer, chromosome theory of heredity was proposed by Sutton and Boveri in 1902, not by Huxley. So answer option 4. Kick out the odd one with respect to the contrasting forms of characters of pea plant. Gregor Johann Mendel is considered as the father of genetics. Actually, the fundamental ideas of genetics was proposed by Gregor Johann Mendel. That is the laws of inheritance. The theory of the law of inheritance was proposed by Gregor Johann Mendel. And he conducted about 7 years of work. He conducted about 7 years of experiment, 1856 to 1863. About 7 years of experiment in garden pea plant. In garden pea plant or the Pisum sativum. Garden pea plant or Pisum sativum. And he conducted hybridization experiment on this Pisum sativum or garden pea plant. Hybridization experiment ആണ് Gregor Johann Mendel conduct ചെയ്തത്. And why this garden pea plant? This garden pea plant is considered as his genetic material. Why he selected garden pea plant as his experimental material? There are several reasons. It's a short duration plant. So there is a large number of generation can be raised within a limited period of time. And it is a bisexual plant, so artificial pollination possible. This means the self-pollination possible. And the flowers are big, so artificial pollination can be done easily. And they are very easy to cultivate without proper management. They are very easy to cultivate. Then also this plant show many contrasting traits. This plant show many characters and different contrasting traits are shown by this garden pea plant. And Mendel noticed about 32 characters from this plant and he studied about 7 contrasting characters. See, Gregor Johann Mendel, he studied about stem length. Stem length have 2 traits, dwarf and tall and dwarf. Then flower color, violet and white. Flower position, axial flower and terminal flower. Some plants have axial flower, some have terminal flower. Then pot color. Pot means seed cone, pot color. Green and yellow. Pot shape. There is difference in pot shape too. Pot shape are inflated shape and somehow constricted shape. Inflated and constricted. Then seed color, yellow seed and green seed. Seed shape, round seed and wrinkled seed. So he noticed about, he studied about 7 pairs of contrasting traits on this
garden pea plant. Okay. So next question, kick out the odd one with respect to the contrasting forms of characters in pea plant. Axillary flowers. We studied about axial and terminal flower. Inflated fruit, green seed. Inflated fruit, green fruit. Got the odd one to the respect of contrasting forms of characters in pea. It is the green fruit. So answer is option 3. Next. Wait. Axillary flowers. Inflated fruit is a character. Green fruit is a character. Green seed. See here, among all of these character, look here, axial flower is a dominant character. Then inflated fruit, it is another dominant character. Look here, these are dominant characters. Axial flower is a dominant character. Inflated fruit is a dominant character. Green fruit is also a dominant character. Green seed is not a dominant character, it is a recessive character. So here the odd one is green seed. Green seed is a recessive character is here. All others are dominant character. So here the answer is option 4. Green seed is the answer. Green seed, answer option 4. Then, so here the 7 pairs of traits are here. Next question, the gene for all the traits selected by Mendel for study were located on. Mendel ഇത്രയും ക്യാരക്ടേഴ്സ് 7 കേസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ സ്റ്റഡി ചെയ്തു. ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് കാണപ്പെടുന്ന എത്ര ക്രോമോസോമിലാണെന്നാണ്. ദീസ് ജീൻസ് ആർ ഫൗണ്ട് ഇൻ 1, 4, 7 and 9. First chromosome, 4th chromosome, 8th chromosome and 9th chromosome. 1, 7 and 9th chromosome. ഇത്തരം ക്രോമോസോമിലാണ് ഈ ജീൻ കാണപ്പെടുന്നത്. So here, how many chromosome? That means 4 chromosome. Total 4 chromosome. Our question is, the gene for all traits are selected by Mendel study were located on how many chromosome? It is on 4 chromosome. How many? Total 4 chromosome. ഏതെല്ലാം എന്നല്ല ചോദിച്ചിരിക്കുന്ന ടോട്ടൽ എത്ര ക്രോമോസോം എന്നാണ്. 1, 4, 7 ആണ്. ദാറ്റ് മീൻസ് 4 ക്രോമോസോം. സോ ആൻസർ ഓപ്ഷൻ 4 ക്രോമോസോംസ്. ഓക്കെ. നെക്സ്റ്റ്, ഇൻ ദ മെൻഡലിയൻ പ്രൊസീജിയർ which of the following generation is formed by cross pollination? Which of the following generation is followed by cross pollination? Let's see. Next question, in the Mendelian procedure which of the following generation is formed by cross pollination? അപ്പോൾ നമ്മൾ മെൻഡലിയൻ ഇൻഡിവിജ്വൽസ് പറയുമ്പോൾ സപ്പോസ് മെൻഡൽ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റ് to study the inheritance of a single gene. Monohybrid means the cross is made between 2 plants which differ in one pair of contrasting character. So he selected a tall and dwarf plant. Capital T, small t, small t. Then gamete, capital T here, small t from here, and this capital T combined to form capital T, small t, tall. And this is heterozygous tall plant. This is the first generation formed from this P generation. This is parental generation. And the first generation obtained from this P generation called as F1 generation. So this is the F1 generation, the first generation obtained from the parental generation called as F1. So this is F1. And this is a product of a cross pollination, tall and dwarf. Then he found out F2 by selfing. Means self pollination, F1 into F1. F1 is crossed with F1. So what is F1? Heterozygous tall with heterozygous tall. Capital T, small t, capital T, small t. The gamete from here are capital T1 gamete, small t1 gamete. Here also capital T1 gamete, small t1 gamete. They are represented by using the Punnett square method. Their combination, the possible combinations are here. Possible combination, capital T here, small t here, capital T here, small t here. Undergo cross, capital T, tall,
capital T, small t, tall, capital T, small t, tall, small t, small t. This is Mendel's monohybrid experiment, and here he obtained 3 12 plan and 1 Darfur plan in the ratio 3:1. This is Mendel's monohybrid phenotypic ratio, and genotype capital T 1, capital small t 2, small t 1. The genotypic ratio is 1:2:1. Okay, so this is Mendel's monohybrid experiment, and this is Mendel's monohybrid phenotypic as well as genotypic ratio. And from this monohybrid experiment, Mendel proposed 2 laws. ഈ monohybrid experimental നിന്ന് Mendel 2 laws propose ചെയ്തു. What are the two laws proposed from this monohybrid experiment? The 2 laws proposed from the monohybrid experiment are the first law of dominance, and the second law of segregation. Law of dominance and law of segregation. First one, law of dominance. According to law of dominance, the characters are controlled by discrete factors. Units are called as factors. A pair of factors control a particular character. Here a pair of factors control a particular character. This capital T and small t control a particular character. A pair of factors control a particular character. When 2 contrasting factors are stayed together in a hybrid, this is a hybrid. That means the offspring formed by crossing 2 genetically different individuals. When 2 contrasting factors are stayed together in a hybrid, one will dominate other, and here the dominating gene are called as dominant factor. That means here capital is dominant, and the genes whose expression is suppressed are called recessive gene or recessive factor. This is Mendel's law of dominance, and this law of dominance proposed from this monohybrid experiment. Another one is law of segregation. Here, before the gamete formation, these factors are stayed together. Before the gamete formation, they stay together. But during gamete formation, what happened? These alleles separated or segregate from one another, and one enter into one gamete, other allele enter into other gamete. So during gamete formation, they separate from one another and enter into 2 separate gametes. As a result, each gamete contains only one allele for a particular character. So here, this gamete contains only capital T for the stem length. This gamete contains only small t for the character stem length. So this is called as law of segregation. Okay. Then these are the 2 laws proposed from this monohybrid experiment. Coming to our question, the genes of the Mendelian cross, which are the following generation is formed by cross pollination. In the Mendelian procedure, which of the following generation is formed by cross pollination? Cross pollination വഴി കിട്ടുന്ന ഏതാണ്? First parental generation. Not first parental generation. Then F1 generation. Yes, this F1 generation is formed by crossing 2 individuals. This F1 is formed by cross pollination. Then how the F2 is formed? F2 is formed. These are F2. This F2 is formed by self pollination. So F2 generation, F1 and F2 is wrong. So answer option 2, F1 generation. This F1 generation is formed by this cross pollination. Understood? Next, find out the dihybrid from the following. Mendelian dihybrid. So Mendelian dihybrid experiment. Dihybrid. This is to study the inheritance of 2 genes. That means the cross is made between 2 plants which differ in 2 pairs of contrasting characters are called as dihybrid. And Mendel crossed the round yellow seeded pea plant with a wrinkled green seeded pea plant. Both of them are pure line, that means homozygous. So round yellow capital R, capital R, capital Y, capital Y. Green wrinkled small r, small r, small y, small y. And the probable gamete from here are capital R and capital Y, one gamete, small r and small y, another gamete. These 2 gametes undergo fusion to form capital R, small r, capital Y, small y. This is the F1 generation. So in the F1 generation, he got only round yellow, that is heterozygous round yellow. Then he find out F2 by selfing F1 individuals, F1 cross F2, F1. That means this round yellow
is crossed with round yellow. Okay, round yellow is capital R small r, capital Y small y, capital R small r, capital Y small y. And here the gametes, probable gametes from here. Capital R, capital Y one gamete, capital R small y another gamete, capital R, sorry, small r capital Y one gamete, small r small y another gamete. Similarly here also capital R capital Y, capital R small y, small r capital Y, small r small y. This is independent assortment and the probable product from here. Capital R capital Y, capital R small y, small r capital Y and small r small y. Here also capital R capital Y, capital R small y, small r capital Y and small r small y. Let's see what are the probable combination here. Capital R capital R, capital Y, round yellow, capital R, capital Y small y, it is also round yellow. Then capital R small r, capital Y, round yellow, capital R small I, capital Y small y, round yellow. Next also capital R, capital Y small y, round yellow, capital R small y. It is a variation. It is round green. Then capital R, capital Y small y, round yellow. Then capital R small I, small y. It is a variation. This variation is called as round green. Here capital R small r, capital R small r, capital Y, it is round yellow. Then capital R small r, capital Y small y, it is also round yellow. Small r, capital Y small y. It is an exception. This exception is wrinkled yellow. It is wrinkled yellow. Then small r, capital Y small y, it is also wrinkled yellow. It is also wrinkled yellow. Next is capital R small r, capital Y small y, round yellow. Then capital R small y, it is round green. Small r, small y, capital Y, small r, small y. Here small r, capital Y, small y is wrinkled yellow. And here the small r, small y are wrinkled green. So in the F2 generation he got round yellow, then round green, wrinkled yellow and wrinkled green in the ratio 9:3:3:1. 9 round yellow, 3 round green, 3 wrinkled yellow and 3 wrinkled green in the ratio 9:3:3:1. This is a dihybrid phenotypic ratio 9:3:3:1. And from this dihybrid experiment, Mendel proposed that law is called as the law of independent assortment.
the law of independent assortment. According to law of independent assortment, see, ഇവിടെ നമ്മൾ പറഞ്ഞു capital R, small r, capital Y, small y. During gamete formation, these alleles separate from one another. അപ്പോൾ മെൻഡലിൻ്റെ ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ചിന്തിച്ചിരുന്നത് ദിസ് ഡോമിനൻ്റ് ജീൻ ഓൾവേസ് പെയ്ഡ് വിത്ത് ഡോമിനൻ്റ് ജീൻ. അതായത് ക്യാപിറ്റൽ ആർ എപ്പോഴും ക്യാപിറ്റൽ വൈമായി മാത്രം, ആൻഡ് സ്മോൾ അല്ലീൽ ഓൾവേസ് പെയ്ഡ് വിത്ത് റെസസീവ് അല്ലീൽ. സ്മോൾ ദാറ്റ് മീൻസ് റെസസീവ് അല്ലീൽ ഓൾവേസ് പെയ്ഡ് വിത്ത് റെസസീവ് അല്ലീൽ. അപ്പോൾ സ്മോൾ ആർ എപ്പോഴും സ്മോൾ വൈയുമായി മാത്രമേ ക്രോസ് ഫോം ചെയ്യുമെന്നാണ്, കോമ്പൈൻ ചെയ്യുന്ന അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോസിബിലിറ്റി. ഇങ്ങനെ മാത്രമായിരുന്നു കമ്പൈൻ ചെയ്തിരുന്നെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ഇങ്ങനൊരു പ്രോഡക്റ്റ് മാത്രമേ കിട്ടുള്ളായിരുന്നു. ബട്ട് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വെൻ ദിസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഡ്യൂറിങ് gamete formation they segregated, and here this capital R enter into a gamete. ഈ ക്യാപിറ്റൽ ആർ ഒരു ഗ്യാമറ്റിലേക്ക് വരുന്നു along with any of the allele for other character, not dependent. That means ഈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയോട് മാത്രമല്ല, any of the allele for other character എന്നാണ്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയുമായി കമ്പൈൻ ചെയ്യാം, സ്മാൾ വൈയുമായി കമ്പൈൻ ചെയ്തൊരു ഗ്യാമറ്റ് ഉണ്ടാകാം. That is independently. This allele for one character can pair with any of the allele for other character. That is independent assortment. So during gamete formation they separated independently and independently assorted. That means one allele for one character enter into a gamete along with any of the allele for other character. That is independent assortment. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 പോസിബിൾ ഗ്യാമറ്റ് ഉണ്ടാകാം. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയുമായിട്ട് കമ്പൈൻ ചെയ്യാം, സ്മോൾ വൈയുമായും കമ്പൈൻ ചെയ്യാം. ദെൻ അല്ലെങ്കിൽ സ്മോൾ ആർ എന്ന് പറയുന്നത് സ്മോൾ വൈയുമായി മാത്രമല്ല, സ്മോൾ ആർ ക്യാൻ കമ്പൈൻ വിത്ത് പെയർ വിത്ത് സ്മോൾ ക്യാപിറ്റൽ വൈ ആൻഡ് സ്മോൾ വൈ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇതിൻ്റെ ബേസിസിലാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഗ്യാമറ്റ് ഫോം ചെയ്യുക. ദറ്റ് ഈസ് ഗ്യാമറ്റ് ഫോർമേഷൻ ടൈമിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ ദിസ് ജീൻ ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ടഡ്. ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ആൻഡ് ദിസ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് വാസ് പ്രപ്പോസ്ഡ് ഫ്രം ദിസ് ഡൈഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റ്. ഫസ്റ്റ് 2 laws were proposed from the monohybrid experiment. This is dihybrid and monohybrid experiment and the laws from this dihybrid and monohybrid experiment. Then coming to the question, our question is find out the dihybrid from the following. This is the dihybrid. ഇതാണ് ഫസ്റ്റ് ഡൈഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഡൈഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നോക്കിയേ, നമുക്ക് കിട്ടിയ ഓപ്ഷനിൽ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി സ്മോൾ എ സ്മോൾ എ സ്മോൾ ബി സ്മോൾ ബി, ദിസ് ഈസ് ദ പേരൻ്റൽ ജനറേഷൻ. ഇതിൽ നിന്നും മെൻ്റലിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം കിട്ടുന്ന ഡൈഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി. അത് ഇതിന് സിമിലർ അല്ലേ? ദിസ് ഈസ് മെൻ്റൽസ് ഡൈഹൈബ്രിഡ്. അപ്പോൾ ഡൈഹൈബ്രിഡ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് വരിക? ഹിയർ ഫൈൻഡ് ദ ഡൈഹൈബ്രിഡ് ഫ്രം ദ ഫോളോയിങ്. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി നോ റോങ്. ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ ബി റോങ്. ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി, ഇതാണ് ഇവിടുത്തെ ഡൈഹൈബ്രിഡ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ഓപ്ഷൻ 3, തേർഡ് ഓപ്ഷൻ. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് phenotype in the dihybrid F2 F1. The total number of phenotype in the dihybrid F1. How many phenotype formed in the dihybrid F1? This is the dihybrid F1. We got only one type. ഒറ്റൊരു ടൈപ്പ് ഹൈബ്രിഡ് മാത്രമേ F1 ഡൈഹൈബ്രിഡ് F2 കിട്ടൂ, F1ൽ കിട്ടുകയുള്ളൂ. ദെൻ F2ലോ 3 types of progenies, 4, 2, 3 and 4. 4 types of progenies were obtained from dihybrid F2. F1ൽ 1 type. ഇതാണ് F1ൽ കിട്ടിയ പ്രോജനി എന്ന് പറയുന്നത്. സോ only 1 type of progeny obtained from the dihybrid F1. So question, the total number of different types of phenotype in the dihybrid F1 is 1, 4 type, 9 type, 3 types. It is only 1 type. So option 1. Then in the Mendelian dihybrid, the genotypic ratio is numerical and 1 stand for. See, what is this genotypic ratio? നമുക്ക് നോക്കാം ഇവിടുത്തെ genotypic ratio എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. How many capital R, capital R, capital Y, capital V? How many of them? 1. Only 1. So ഇപ്പോൾ 1 എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്? This 1 stand for
പ്യുവർ ബ്രീഡിംഗ് ഫോം. ഈ 1 എന്ന് പറയുന്ന പ്യുവർ ബ്രീഡിംഗ് ഫോമാണ്. ദിസ് ഈസ് പ്യുവർ ബ്രീഡിംഗ്. ദിസ് ഈസ് 1. ദെൻ ക്യാപിറ്റൽ ആർ, capital R, capital Y, small y. How many? Capital R, capital Y, small y. These two. 2. Then capital R, small y, small y. How many? 1 here, only 1. Okay. Then, see ഇതിലുള്ളത് പ്യുവർ ബ്രീഡിംഗ് റെഡും റൗണ്ടും പ്യുവർ ബ്രീഡിംഗ് വൈറ്റും മാത്രമേ ഉള്ളൂ. പ്യുവർ ബ്രീഡിംഗ് റൗട്ടും പ്യുവർ ബ്രീഡിംഗ് യെല്ലോ ഗ്രീനും കൂടാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന പ്യുവർ ബ്രീഡിങ്ങിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ. 1 is here, 2 is here. These two. 2. Capital R, small r, capital Y, small y. 1, 2, 3, 4. So therefore, capital R, small y, small y. Capital R, small y, small y. 1 here, 2 here. So 2. Understood? Next is small r, capital Y, capital Y. Small r, capital Y, capital Y. 1 is here, only 1. അത് നോക്കിയാൽ പ്യുവർ ബ്രീഡിംഗ് അല്ലേ. സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ പ്യുവർ ലൈൻ ആണ്. പ്യുവർ ലൈൻ റൗണ്ടും പ്യുവർ ലൈൻ യെല്ലോയും ആണ്. പ്യുവർ ലൈൻ റിങ്കിൾഡും പ്യുവർ ലൈൻ യെല്ലോയും മാത്രമേ ഉള്ളത്. ദെൻ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഹിയർ 2. അത് 2 ടൈപ്പ് ക്യാരക്ടർ ഉണ്ട്, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. അതിന് നമുക്ക് എക്സാക്റ്റ് പ്യുവർ ബ്രീഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. ദെൻ സ്മോൾ ആർ, സ്മോൾ വൈ, only 1. അത് പ്യുവർ ബ്രീഡിംഗ് ആണ്. So what is the genotype? 1 is to 2 is to 1. 1 is to 2 is to 1 here. 1 is to 2 is to 1. Then 2 is to 4 is to 2 here. Then 1 is to 2 is to 1. അപ്പോൾ പ്യുവർ ലൈൻ എന്ന് പറയുന്നത് 1 എല്ലാം ഇപ്പോൾ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പ്യുവർ ബ്രീഡിങ്. ഈ 1 വന്നിരിക്കുന്ന എല്ലാം നോക്കിയാൽ അതെല്ലാം പ്യുവർ ബ്രീഡിംഗ് ആണ്, അല്ലെങ്കിൽ പ്യുവർ ലൈനാണ്. അതെല്ലാം ഹോമോസൈഗസ്. പ്യുവർ ലൈൻ ഇത് ക്യാപിറ്റൽ ആർ പ്യുവർ ലൈൻ ആണ്. സ്മോൾ വൈ പ്യുവർ ലൈൻ ആണ്. ദെൻ സ്മോൾ ആർ പ്യുവർ ലൈൻ ആണ്. ക്യാപിറ്റൽ വൈ പ്യുവർ ലൈൻ ആണ്. സ്മോൾ വൈ രണ്ടും പ്യുവർ ലൈൻ ആണ്. അപ്പോൾ 1 എന്നുള്ളതിന് എന്തിനാണ്? ദിസ് 1 സ്റ്റാൻഡ് ഫോർ പ്യുവർ ബ്രീഡിംഗ് ഫോംസ്. സോ ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ഒബൈ ദ ഫോളോയിങ് ഫിനോമിനൻ. നോക്കാം ഏതെല്ലാം ഫിനോമിനയാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉപയോഗിച്ച് നോക്കാം. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നമുക്കറിയാം. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ABO ആൻഡ് 4 AB and O 4 ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. ദിസ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് കൺട്രോൾഡ് ബൈ എ ജീൻ. സപ്പോസ് I ഈസ് ദ ജീൻ ഫോർ ബ്ലഡ് ഗ്രൂപ്പിംഗ്. I ഈസ് എ ജീൻ ഫോർ ബ്ലഡ് ഗ്രൂപ്പിംഗ് and this gene I, it has 3 allelic form, IA, IB and small I. These are the 3 allelic forms of the gene I. So the gene I എന്നാണ് gene for blood grouping. Blood grouping control ചെയ്യുന്ന gene ആണ്. It exists in 3 allelic form there, IA, IB and small I. So IA is a dominant gene. Here IA is a dominant gene. IB is also dominant gene, but small I is a recessive gene. ഇതൊരു recessive allele. Such occurrence of more than 2 alleles for a gene, that condition is called as multiple allelism. This condition is called as multiple allelism. So this ABO blood grouping in man is an example for multiple allelism. Multiple allelism means occurrence of more than 1 allele for a character is called as multiple allelism. So ABO blood grouping എന്ന് പറയുന്നത് multiple allelismത്തിന് ഒരു എക്സാമ്പിൾ കൂടെയാണ് ABO blood group. Okay, because occurrence of more than 2 allele. ഇവിടെ 3 allele I എന്ന ജീൻ ഉള്ളത്. That is multiple allelism. So ABO blood grouping is an example for multiple allelism. ഇനി മറ്റൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു. Here IA and IB are dominant gene. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ബോഡിയിൽ IA is there.
IA ഇങ്ങനൊരു പെയർ ഓഫ് ഡോമിനൻ്റ് അല്ലീൽസ് ആണ് വരുന്നതെങ്കിൽ ദിസ് IA ബോത്ത് ഓഫ് ദിസ് allele produce the sugar A on the surface of RBC. RBCയുടെ സർഫസിൽ എ എന്ന ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും, ദറ്റ് ഈസ് കോൾഡ് ആസ് ആൻറ്റിജൻ. സോ അത് ആൻറ്റിജൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പ് വിൽ ബി എ ബ്ലഡ് ഗ്രൂപ്പ്. ഇനി IA ആൻഡ് സ്മോൾ ഐ ഇങ്ങനെ ഒരു പെയർ ഓഫ് അല്ലീൽസ് ആണ് വരുന്നതെങ്കിൽ വി നോ IA ഈസ് എ ഡോമിനൻറ്റ് ജീൻ ആൻഡ് സ്മോൾ ഐ ഈസ് എ റെസസീവ് അല്ലീൽ. So this is a heterozygous condition. In this heterozygous condition, only IA expressed and produce antigen. Small I not expressed. അതൊരു പ്രോഡക്റ്റ് ഒരു ടൈപ്പ് ഓഫ് ആൻറ്റിജനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ദിസ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആസ് എ ബ്ലഡ് ഗ്രൂപ്പ്. ദിസ് ഈസ് മെൻഡൽസ് കംപ്ലീറ്റ് ഡോമിനൻസ്. സോ ദിസ് ABA blood grouping is an example for complete dominance also. That means when two contrasting alleles are stayed together, only one will express it. That is complete dominance. അപ്പോൾ ABA blood grouping എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡോമിനൻസിന് ഒരു എക്സാമ്പിളായി പറയാം. Then IB both are dominant alleles produce the antigen A, the blood group will be B blood group. അത് B blood group ആയിരിക്കും. Then IB and small I, this is heterozygous condition. In this heterozygous condition, the IB gene produce antigen B and the blood group will be B blood group. So ഇത് heterozygous condition ഒരു ജീൻ മാത്രം എക്സ്പ്രസ് ചെയ്തെങ്കിൽ ദറ്റ് ഈസ് കംപ്ലീറ്റ് ഡോമിനൻസ്. മെൻ്റലിൻ്റെ കംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിളാണത്. ഓക്കെ. ദെൻ IA and IB, when these two alleles stay together, രണ്ട് അല്ലീലും കൂടെ വന്നപ്പോൾ IA produce antigen A, IB produce antigen B, the blood group is called as AB. IA produce antigen A, IB produce antigen B, the blood group is considered as AB blood group. That means this is a heterozygous condition. In this heterozygous condition, both of the alleles expressed simultaneously. IBയും simultaneous ആയി എക്സ്പ്രസ് ചെയ്തു. Such a simultaneous expression of both of the allele in the heterozygous condition called as codominance. So this is an example for codominance too. Codominanceനും എക്സാമ്പിൾ ആണ് ഈ ABO blood grouping. Simultaneous expression of both of the alleles in the heterozygous condition are codominance. ഇനി ഈ സ്മോൾ ഐ ഈ രണ്ട് അല്ലീലാണ് ഒരുമിച്ച് വരുന്നെങ്കിൽ no antigens produced, the blood group will be called as O blood group. Okay. അപ്പോൾ ഇതാണ് പോസിബിൾ ജിയോടൈപ്പ് എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നുണ്ടാകുന്നത്. സോ ദിസ് ABO blood grouping is an example for multiple allelism, complete dominance and codominance. ഇത് മൂന്നിനും എക്സാമ്പിളാണ് ഈ ABO blood grouping എന്ന് പറയുക. ഓക്കെ. സോ ABO blood group system in human obey the following phenomena. It obey the complete dominance, it obey the codominance and multiple allelism, not incomplete dominance. So answer A, B and C. What is incomplete dominance? According to Carl Correns, incomplete dominance was proposed by Carl Correns. Carl Correns studied this incomplete dominance in snapdragon or antirrhinum magus, antirrhinum species and Lytherasaurus 4 o'clock plantal. അദ്ദേഹം ഒരു ഹോമോസൈഗസ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റിനെയും ഹോമോസൈഗസ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റിനെയും ക്രോസ് ചെയ്തു. smaller and in the F1 generation, capital R and small r, he got an intermediate character pink flavored plant. Then he find out F2. In the F2 generation, capital R, small r gamete, capital R, small r this gamete, capital R red, capital R, small r pink, capital R, small r pink, small r white. In the F2 generation, he got 1 red, 2 pink and 1. That means in the ratio 1:2:1. This is incomplete dominance. ഇതാണ് കോൾ കോറൻസിൻ്റെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലെ ഫിനോട്ടിപ്പിക് റേഷ്യോ. ജീനോട്ടിപ്പിക് റേഷ്യോ ആൾസോ സെയിം 1:2:1. അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു കോൾ കോറൻസ്, മെൻഡൽസ് കംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ഫിനോമിനൻ. ഇൻ മോസ്റ്റ് ഓഫ് ദ കണ്ടീഷൻ, ദ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ വിൽ ബി ഫോംഡ്. അതായത് ഒരു ബ്ലെൻഡഡ് ക്യാരക്ടർ ആയിരിക്കും ഫോം ചെയ്യുന്നത് പറയുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്.
സി എ ബി എ ബ്ലഡ് ഗ്രൂപ്പിംഗ് നോട്ട് ഒബേ ദീസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എങ്ങും പറയുന്നില്ല. എ ബി എ ബ്ലഡ് ഗ്രൂപ്പിൽ കംപ്ലീറ്റ് ഡോമിനൻസ് പറയുന്നുണ്ട്, കോ ഡോമിനൻസ് പറയുന്നുണ്ട്, മൾട്ടിപ്പിൾ അലീൽസും പറയുന്നു. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 A, B and C. If the blood group of a parent A and the offspring of group O, the possible blood group of the second parent, അതായത് ഒരു പേരൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എയും ഒരു യങ് വണ്ണിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒയുമാണ് എങ്കിൽ മറ്റേ പേരൻറ്റിൻ്റെ ഓസ്പ്രിങ് അൺനോൺ പേരൻറ്റിൻ്റെ ജീനോടൈപ്പ് എന്താണെന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കാം, നമുക്കത് പ്രോബബിളായിട്ടുള്ള നോക്കാം. ഇപ്പോൾ ഒരാൾ എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഐ എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ ഐ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളെ മാരി ചെയ്യുന്നതായിരിക്കും. അതായത് ഒരു എ ബ്ലഡ് ഗ്രൂപ്പ് മാൻ ഒരു ബി ബ്ലഡ് ഗ്രൂപ്പ് വിമനെ മാരി ചെയ്താൽ the product contain IA, IB only. That means അത് എ ബി ബ്ലഡ് ഗ്രൂപ്പായും. അതായത് ഒരു ഹോമോസൈഗസ് എ ബ്ലഡ് ഗ്രൂപ്പും ഒരു ഹോമോസൈഗസ് ബി ബ്ലഡ് ഗ്രൂപ്പും മാരി ചെയ്താൽ പ്രോഡക്റ്റിൽ എന്ത് മാത്രമേ കാണും? എ ബി. ഒരു ഹോമോസൈഗസ് എ ബ്ലഡ് ഗ്രൂപ്പ് മാൻ മാരിയുടെ ഹെറ്ററോസൈഗസ് ബി ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രോബബിൾ ഗ്യാമറ്റ് ഐ എ ഇവിടെ ഒരു ഗ്യാമറ്റ്, ഇവിടെ ഐ ബിയും ഐ സി സ്മോൾ ഐയും ഗ്യാമറ്റ്. ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ എ ഐ ബി ഒരു കോമ്പിനേഷൻ, അതായത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകും, ഐ എ ഐ സീറോ എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകും, ഹെറ്ററോസൈഗസ് എയും ഉണ്ടാകും. ഇനി ഐ എ ഐ സീറോ എന്ന് പറഞ്ഞ ഒരാൾ ഐ ബി ഐ സീറോ ഉള്ള ഒരാളെയാണ് മാരി ചെയ്യുന്നതെങ്കിൽ വാട്ട് ആർ ദ പ്രോബബിൾ? ഇവിടെ ഐ എ ഒരു ഗ്യാമറ്റ് ഉണ്ടാകാം, ഐ സീറോ ഒരു ഗ്യാമറ്റ് ഉണ്ടാകും, ഇവിടെ ഐ ബി ഒരു ഗ്യാമറ്റ് ഉണ്ടാക്കാം, സ്മോൾ ഒരു ഗ്യാമറ്റ് ഉണ്ടാകും. പ്രോഡക്റ്റ് എ ബി എ ബ്ലഡ് ഗ്രൂപ്പ് ബി ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഒ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഒ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഈ പേരൻ്റ് എന്ന് പറയുന്നത് ഐ എ സ്മോൾ ഐയും ഐ ബി സ്മോൾ ഐ ആണെങ്കിൽ ഉറപ്പായും, അതായത് ഇതിങ്ങനൊരു ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഉറപ്പായും ഈ പ്രോഡക്റ്റിൽ എന്തുണ്ടാകും? ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റൊരു സാധ്യത എടുത്തു കഴിഞ്ഞാൽ അപ്പം പേരൻ്റ് എയും ഒരു പേരൻ്റ് എയും ഒരു ഓസ്പ്രിങ് എന്ന് പറയുന്നത് ഒ ഗ്രൂപ്പ് ആണെങ്കിൽ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് സെക്കൻഡ് പേരൻറ്റ്, ഈ സെക്കൻഡ് പേരൻ്റെ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? എ ഓർ ഒ, എ ബി ഓർ ഒ, ബി ഓർ ഒ ഗ്രൂപ്പ് ഉള്ളി. സെക്കൻഡ് പേരൻ്റ് എന്ന് പറയുന്നത് എ ഓർ ഒ ആയിരിക്കും, ഒന്നുകിൽ എ അല്ലെങ്കിൽ ഒ ആയിരിക്കും. കാരണം നമുക്കറിയാം ഇപ്പം എ ബ്ലഡ് ഗ്രൂപ്പ് ഐ എ സ്മോൾ ഐയും സ്മോൾ ഐയും മാത്രമുള്ള, അതായത് എയും ഒ ബ്ലഡ് ഗ്രൂപ്പുള്ളവർ മാത്രമാണ് ഉള്ളതെങ്കിൽ ഇവിടെ നിന്ന് ഐ എ ഒരു ഗ്യാമറ്റ് ഉണ്ടാകാം, സ്മോൾ ഐ മറ്റൊരു ഗ്യാമറ്റ് ഉണ്ടാകും, ഇവിടെ നിന്ന് സ്മോൾ ഐ ഗ്യാമറ്റ് ഉണ്ടാകാം. ഗ്യാമറ്റ് ഉണ്ടാകുമ്പോൾ ഐ എ സ്മോൾ ഐ എ ബ്ലഡ് ഗ്രൂപ്പ്, സ്മോൾ ഐ ഒ ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇതെന്തൊക്കെയായിരിക്കും? എയ്തർ എ ഓർ ഒ ബ്ലഡ് ഗ്രൂപ്പ്, സോറി എയ്തർ എ അല്ല ബി ഓർ എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ഓർ ഒ ബ്ലഡ് ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാലും ഉണ്ടാകാം. ഒരു ഐ എ സ്മോൾ ഐയും തമ്മിലാണ് മാരി ചെയ്യുന്നതെങ്കിലും അവിടെയും ഒ ബ്ലഡ് ഗ്രൂപ്പിന് സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ എ വരാനും സാധ്യത ഉണ്ട്, ബി ആകാം, ഒ ആകാം, എ ആകാം. ഇപ്പോൾ എന്തൊക്കെ വരാം? എ ഓർ ഒ വരാൻ സാധ്യതയുണ്ട്, എ ബി ഓർ ഒ വരാം, ബി ഓർ ഒ. അപ്പോൾ ഇതിൽ പ്രോബബിൾ ആയിട്ടുള്ള ആൻസർ ഏതൊക്കെ വരാം? എ വരാം, ബി വരാം, ഒ വരാം. അതായത് ഹെറ്ററോസൈഗസ് എ, ഹെറ്ററോസൈഗസ് ബി ആൻഡ് ഹോമോസൈഗസ് ഒ ബ്ലഡ് ഗ്രൂപ്പ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 എ ബി ഓർ ഒ. ഓപ്ഷൻ 2. Then homologous chromosomes and alleles genes are separated during the following phases of meiosis. നമുക്കറിയാം മിയോസിസിൻ്റെ അനാഫേസ് 2-ലാണ് ഈ ക്രോമോസോം സെക്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ അനാഫേസ് 2. സോ ഓപ്ഷൻ 4. The percentage of parental type in the F2 crossing with the character of eye color and dominant nature. The percentage of type of F2 during the cross with the eye color and nature of wings. ഐ കളർ ആൻഡ് നേച്ചർ ഓഫ് വിങ്സ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിങ്കേജ് പഠിച്ചപ്പോൾ തോമസ് ഹണ്ട് മോർഗൻ ക്രോസ് ചെയ്തു. വൈറ്റ് ഐഡും
മിനിയേച്ചർ വിങ്ങും റെഡ് ഐഡും ലാർജ് വിങ്ങുമായിട്ടുള്ളതിനെ ക്രോസ് ചെയ്തു. അതായത് വൈറ്റ് ഐഡ് മിനിയേച്ചർ, റെഡ് ഐ ആൻഡ് ലാർജ് വിങ്, ഇത് ഡോമിനൻറ്റും ഇത് റെസസീവും. അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ നോൺ പേരൻ്റൽ ക്യാരക്ടേഴ്സ് ഒരു 37 ആണ് പെർസെൻറ്റേജ് കിട്ടിയത്. നോൺ പേരൻ്റൽ ക്യാരക്ടേഴ്സ് 37.2% ആണ് അദ്ദേഹത്തിന് നോൺ പേരൻ്റൽ ക്യാരക്ടർ കിട്ടിയത്, അതായത് റീകോമിനൻ്റ് പ്രോഡക്റ്റ് കിട്ടിയത്. ബാക്കി ഒരു 62.8% പേരൻ്റൽ കോമ്പിനേഷൻ ആയിരുന്നു. അതായത് ഒരു 37.2% ഓഫ് റീകോമ്പിനേഷൻ അവിടെ നടന്നു. കാരണം ഈ ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതാണ് ലിങ്കേജ് പറയുന്നത്. തോമസ് ഹണ്ട് മോർഗൻ്റെ ലിങ്കേജ് പറയുന്നതാണ്, when the distance between the two gene increases, the rate of recombination will also increases. ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ റീകോമ്പിനേഷൻ്റെ റേറ്റ് കൂടും. See, suppose here these are two homologous chromosomes here. നമ്മൾ ഹോമോലോഗസ് ക്രോമോസോം കാണിച്ചു. ഇതിൽ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ഡബ്ല്യു, ഇങ്ങനെ കുറേ ജീൻ. ഇവിടെ സ്മോൾ ആർ, സ്മോൾ ടി, സ്മോൾ ഡബ്ല്യു. ഇവിടെ ഈ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ടിക്കും ഇടയിൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. എന്നാൽ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ഡബ്ല്യുവിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ഒരു റീകോമ്പിനേഷൻ നടക്കുമ്പോൾ, ഇങ്ങനെ ഒരു ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ക്രോമോസോമൽ സെഗ്മെൻറ്റ്സ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ ക്രോമോസോമൽ സെഗ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, റീകോമ്പിനേഷൻ നടന്നപ്പോൾ ഈ സെഗ്മെൻറ്റ് ഇവിടെ വരും. റീകോമ്പിനേഷൻ്റെ റിസൾട്ട് ഈ സെഗ്മെൻറ്റ് ഇവിടെ വരും. ഇവിടുത്തെ സെഗ്മെൻറ്റ് ഈ ക്രോമോസോമിലേക്കും പോകും. അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് റീകോമ്പിനൻ്റ് ക്രോമോസോം കിട്ടി. ഈ റീകോമ്പിനൻ്റ് ക്രോമോസോമിൽ ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഡബ്ല്യു ഇവിടെയും വന്നു, സ്മോൾ ഡബ്ല്യു ഇവിടെയും വന്നു. ആറും ടി ഇപ്പോഴും ഒരുമിച്ചാണ്. അതായത് ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ ഇവിടെ റീകോമ്പിനേഷൻ്റെ സാധ്യത കുറഞ്ഞു. സോ വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻ ഇൻക്രീസസ്, ഇപ്പോൾ ആറും ക്യാപിറ്റൽ ഡബ്ല്യുവും തമ്മിൽ ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ റീകോമ്പിനേഷൻ നടന്നപ്പോൾ ആ ജീൻ സെപ്പറേറ്റഡ് ആയി. ആറും ടീയും തമ്മിൽ റീകോമ്പിനേഷൻ, അതായത് ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് റീകോമ്പിനേഷൻ നടന്നപ്പോൾ അത് സെപ്പറേറ്റ് ആയില്ല, അപ്പോഴും അവർ ഒരുമിച്ചിരുന്നു. അപ്പോൾ ഈ ഒരുമിച്ചിരുന്നതാണ് പേരൻ്റൽ ക്യാരക്ടർ ഉണ്ടാകാൻ കാരണം. ഡിസ്റ്റൻസ് കൂടിയപ്പോൾ റീകോമ്പിനേഷൻ നടന്നു. ഇവർക്കിടയിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും പെർസെൻറ്റേജ് റീകോമ്പിനേഷൻ നടന്നത്. അപ്പോൾ പേരൻ്റൽ ക്യാരക്ടർ എത്രയാണ് കിട്ടിയത്? 62.8%. സോ ആൻസർ ഈസ് 3, 62.8%. Then, which among the following genotype in Drosophila represent the wild type female? ഇതിൽ ഡ്രോസോഫില ആരാണ് വൈൽഡ് ടൈപ്പ് ഫീമെയിലിനെ കാണിക്കാൻ നോക്കാം. സോ ഹിയർ ദ വൈൽഡ് ടൈപ്പ് ഫീമെയിൽ ഈസ് ക്യാപിറ്റൽ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ വൈൽഡ് ടൈപ്പ് ഫീമെയിൽ. Then next one, the percentage of recombination formed in cross will be directly proportional to. റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻ. വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻ ഇൻക്രീസ്, നോക്കി ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടിയപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ആൾസോ ഇൻക്രീസസ്. വാട്ട് അബൌട്ട് ദിസ് ആർ ആൻഡ് ടി? ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് തന്നെ റീകോമ്പിനേഷൻ നടന്നില്ല. So when the distance between the two gene increases, recombination frequency increases. When the distance decreases, recombination also decreases. So the percentage of recombinant formed in cross will be directly proportional to number of genes. Wrong. Distance between the genes on a chromosome. ജീനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ. സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻസ് ഓൺ ദ ക്രോമോസോം. സോ ഓപ്ഷൻ 2. Next, among the following sentences, ഇതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഹ്യൂഗോ ഡേവിസ് coined the term mutation. Yes, the term mutation was coined by Hugo de Vries. Hugo de Vries ആണ് മ്യൂട്ടേഷൻ സ്റ്റഡി ചെയ്തത് ഇൻ ദ പ്ലാന്റ് ഇനോത്തീറിയ ലാമാർക്കിയാന. Mutation was studied by Hugo de Vries. The sudden heritable change in the genetic makeup of an organism is mutation. Two types of mutation: point mutation and frame shift mutation.
പോയിൻ്റ് ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ്. പോയിൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ജീൻ സീക്വൻസ് ആണ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, 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 സൈറ്റോസിൻ ഇങ്ങനെയാണെങ്കിൽ ദ ചേഞ്ച് ഒക്കർ ഇൻ ദ ബേസ് പെയർ ഓഫ് എ DNA, അതായത് ഇപ്പോൾ ഇവിടെ ഗ്വാനിൻ മാറിയിട്ട് സൈറ്റോസിൻ വന്നെങ്കിൽ ദ ചേഞ്ച് ഒക്കർ ഇൻ ദ ബേസ് പെയർ ഓഫ് എ DNA ഇസ് കോൾഡ് ആസ് പോയിൻ്റ് മ്യൂട്ടേഷൻ. എന്നാൽ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് എ ജീൻ, ഒരു ജീൻ അല്ലെങ്കിൽ ഒരു ബേസ് പെയറോട് ആഡ് ചെയ്തു, ഓർ ലോസ് ഓഫ് എ ബേസ് പെയർ, ഒരു ബേസ് പെയർ ഇവിടെ നഷ്ടമായി, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇതാണ് രണ്ട് ടൈപ്പ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ ദ ഹ്യൂഗോ ഡിവറിസ് ഹു കോയിൻഡ് ദ ടേം മ്യൂട്ടേഷൻ ട്രൂ. M.J. Muller produced the first artificial mutant. Yes, M.J. Muller ആണ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ മ്യൂട്ടൻ്റ്, ആർട്ടിഫിഷ്യലായിട്ട് മ്യൂട്ടേഷൻ ഇൻഡ്യൂസ് ചെയ്തത്. ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സ്പോണ്ടേനിയസ് മ്യൂട്ടൻസ് ആർ വിത്ത് ഹൈ ഫ്രീക്വൻസി. യെസ്, എപ്പോഴും സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ ആണ് എപ്പോഴും ഫ്രീക്വൻസി കൂടുതൽ. സഡൻ മ്യൂട്ടേഷൻ വിത്തൗട്ട് എക്സ്പെക്ടിങ്, പെട്ടെന്നുണ്ടാകുന്നൊരു, അതായത് എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്നുണ്ടാകുന്നൊരു കണ്ടീഷൻ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻ, അതിനുള്ള ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻസ് ആർ എക്സ്പ്ലോയിറ്റഡ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് ടു ഇൻഡ്യൂസ് വേരിയേഷൻ. യെസ്, നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് നടത്തുമ്പോഴാണെങ്കിൽ, ആനിമൽ ബ്രീഡിംഗ് നടത്തുമ്പോഴാണ് രണ്ട് ബ്രീഡുകളെ കമ്പൈൻ ചെയ്യാണ്. ആൻഡ് നമ്മൾ ചില ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്ത് മ്യൂട്ടേഷൻസിനും ശ്രമിക്കാറുണ്ട്. സോ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഹിയർ all of these statements are true. So answer option 1, all are correct. Okay, fine. Then which part of a chromosome is detected and is added to the second component of another homologous pair? The mutation is termed as. Next, when a part of chromosome is deleted, it is added to the second component of another homologous pair. This mutation is referred to as. Mutation നമ്മൾ പറയാറുണ്ട് ക്രോമോസോമൽ മ്യൂട്ടേഷൻ. അതിൽ തന്നെ വരുന്നതാണ് ക്രോമോസോമൽ അബറേഷൻസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമോസോമൽ അബറേഷൻസ് ഉണ്ട്. ഡെലീഷൻ, ഡ്യൂപ്ലിക്കേഷൻ, ഇൻവേർഷൻ, ട്രാൻസ്ലൊക്കേഷൻ. അതിൽ ട്രാൻസ്ലൊക്കേഷൻ വരുന്നതാണ് ഇതിപ്പോൾ ഒരു ക്രോമോസോം, ഒരു ഹോമോലോഗസ് ക്രോമോസോം, ഒരു ക്രോമോസോം ഈസ് ഹിയർ. ദിസ് ഈസ് അനദർ ക്രോമോസോം. chromosome ഇത് നെക്സ്റ്റ് ക്രോമോസോം. ഹോമോലോഗസ് ക്രോമോസോംസ് ആർ ഹിയർ. ആൻഡ് ഡ്യൂറിങ് ക്രോസിംഗ് ഓവർ, ഇത് ക്രോസ് ഓവർ ചെയ്യുന്ന ടൈമിൽ ഈ പോർഷൻസ് ഇവിടെ ഇതിൽ ഇന്നൊരു ക്രോസ് ഓവർ അല്ല, ഇതിനിപ്പോൾ ഇത്ര ഒരു പോർഷൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഇറ്റ് ഈസ് ട്രാൻസ്ലൊക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, ക്രോമോസോം കിട്ടുക, ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റ് ഇവിടെ വന്നു, ദാറ്റ് ഈസ് ട്രാൻസ്ലൊക്കേഷൻ. സോ എ പാർട്ട് ഓഫ് ക്രോമോസോം ഇസ് ഡിലീറ്റഡ് ആൻഡ് ആഡഡ് ടു ദ സെക്കൻഡ് കോമ്പണൻറ്റ്. ഇവിടെ നിന്ന് ഡിലീറ്റ് ആയി അത് ഈ വേറൊരു ക്രോമോസോമിൻ്റെ സെക്കൻഡ് കോമ്പണൻറ്റായിട്ട് ആഡ് ചെയ്തെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ട്രാൻസ്ലൊക്കേഷൻ. തേർഡ് ഓപ്ഷൻ. ദെൻ കാരിയർ മെയിൽ ഈസ് ആബ്സെൻറ്റ് ഇൻ ദ ഫോളോയിങ് ഡിസീസ്. നമുക്ക് നോക്കാം. ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു എക്സ് ലിങ്ക്ഡ് ഡിസീസാണ്. സോ ഇപ്പോൾ എക്സ് ക്യാപിറ്റൽ എച്ച് ഫീമെയിൽ നോർമലാണ്. ആൻഡ് എക്സ് സ്മോൾ എച്ച് ക്യാപിറ്റൽ എച്ച് കാരിയർ ഫീമെയിലാണ്. ദെൻ എക്സ് സ്മോൾ എച്ച് അഫക്റ്റഡ് ഫീമെയിലാണ്. എക്സ് ക്യാപിറ്റൽ എച്ച് വൈ നോർമൽ മെയിൽ, എക്സ് സ്മോൾ എച്ച് വൈ അഫക്റ്റഡ് മെയിൽ. അപ്പോൾ ഹീമോഫീലിയയിൽ ഒന്നുകിൽ നോർമൽ മെയിൽ അല്ലെങ്കിൽ അഫക്റ്റഡ് മെയിൽ, ദർ ഈസ് നോ കാരിയർ ഇല്ല ഹീമോഫീലിയയിൽ. ദെൻ സിക്കിൾ സെൽ അനീമിയ എടുത്തു കഴിഞ്ഞാൽ HbA നോർമൽ, ഏതർ മെയിൽ ഓർ ഫീമെയിൽ. HbS മെയിലും ഫീമെയിലും ഉണ്ടാകാം. HbS അഫക്റ്റഡ്. അപ്പോൾ ഇവിടെ കാരിയർ എന്ന് പറയുന്നത് മെയിലാകാം ഫീമെയിലാകാം. അപ്പോൾ സിക്കിൾ സെൽ അനീമിയയിൽ കാരിയർ ഉണ്ട്. തലസീമിയയിൽ എന്ന് പറയുമ്പം HBB1 HBB2, അതായത് മെയിലും ആകാം ഫീമെയിലും ആകാം കാരിയർ എന്ന് പറയുന്നത്. ഫീനൈൽ കീറ്റോനൂറിയ ജീൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ദ നോർമൽ ജീൻ, സ്മാൾ പി ദ റെസീൻ. ക്യാപിറ്റൽ പി അത് മെയിലാകാം ഫീമെയിലാകാം ഡോമിനൻറ്റ്. ക്യാപിറ്റൽ പി സ്മാൾ പി അത് ഹെട്രോസൈഗസ് കാരിയറാണ്, അത് മെയിലാകാം ഫീമെയിലാകാം. ബട്ട് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു സെക്സ് ക്രോമോസോമൽ ഡിസീസാണ്. അവിടെ കാരിയർ എന്ന് പറയുന്നത് ഫീമെയിൽ മാത്രമേ ഉള്ളൂ. കാരണം അത് എക്സ് ലിങ്ക്ഡ് ക്രോമോസോമാണ്. മെയിൽ ഒന്നുകിൽ നോർമൽ ജീൻ അല്ലെങ്കിൽ ഹാംഫുൾ ജീൻ, ഇതിലേതെങ്കിലും ഒന്നേ കാണൂ, കാരിയർ കാണില്ല. സോ കാരിയർ ഇല്ലാത്ത ഡിസീസ് ഇതാണ്, ഹീമോഫീലിയാണ്. ദെൻ ഇഫ് എ ഹീമോഫിലിക് മാൻ മാരി എ നോർമൽ ഫീമെയിൽ ഹൂസ് ഫാദർ ഈസ് ഹീമോഫിലിക്.
ഇപ്പോൾ നമ്മളൊരു ക്രോസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹീമോഫിലിക് മാൻ എക്സ് സ്മോൾ എച്ച് വൈ മാരീഡ് എ നോർമൽ ഫീമെയിൽ, ഒരു നോർമൽ ഫീമെയിലിനെ മാരി ചെയ്യുന്ന വിചാരിക്കുക. എക്സ് ക്യാപിറ്റൽ എച്ച് എക്സ് ക്യാപിറ്റൽ എച്ച്. അവരുടെ പ്രോഡക്റ്റ് എടുത്താൽ എക്സ് സ്മോൾ എച്ച്, ഗ്യാമറ്റ് ഇതാണ്, ഇവിടെ നിന്നുണ്ടാകുന്ന ഗ്യാമറ്റ് അല്ല ഇത്. സോ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എക്സ് ക്യാപിറ്റൽ എച്ച് എക്സ് സ്മോൾ എച്ച്, ക്യാരിയർ ഫീമെയിൽ ആൻഡ് നോർമൽ മെയിൽ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പിന്നെ ഹീമോഫിലിക് മാൻ എക്സ് സ്മോൾ എച്ച് വൈ, ഹീമോഫിലിക് മാൻ മാരീഡ് എ ഫീമെയിൽ ഹൂസ് ഫാദർ ഈസ് ഹീമോഫിലിക്. ദേ ഫാദർ ഹീമോഫിലിക് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് കിട്ടുന്ന മകളെന്ന് പറഞ്ഞാൽ ഉറപ്പായും എന്തായിരിക്കും? ക്യാരിയർ ആയിരിക്കും. എന്ന് പറഞ്ഞൊരു ക്യാരിയർ ഫീമെയിലിനെ മാരി ചെയ്താൽ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? അവരുടെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയായിരിക്കും എന്നാൽ നോക്കാം. എക്സ് സ്മോൾ എച്ച് ഒരു ഗ്യാമേറ്റ്, വൈ ഒരു ഗ്യാമേറ്റ്. എക്സ് ക്യാപിറ്റൽ എച്ച് ഒരു ഗ്യാമേറ്റ്, എക്സ് സ്മോൾ എച്ച് ഒരു ഗ്യാമേറ്റ്. ഈ എക്സ് ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ചും കൂടെ ഫ്യൂസ് ചെയ്താൽ എക്സ് ക്യാപിറ്റൽ എച്ച് എക്സ് സ്മോൾ എച്ച്, ക്യാരിയർ ഫീമെയിലാണ്. ഇനി ഇതുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ് സ്മോൾ എച്ച് അഫക്റ്റഡ് ഫീമെയിൽ, അത് അഫക്റ്റഡ് ഫീമെയിലാണ്. ഇനി എക്സ് ക്യാപിറ്റൽ എച്ച് വൈ ആണെങ്കിൽ നോർമൽ മെയിൽ, എക്സ് സ്മോൾ എച്ച് വൈ ആണെങ്കിൽ അഫക്റ്റഡ് മെയിൽ. അപ്പോൾ ഇവിടെ എന്താണ്? 25% ക്യാരിയർ ഫീമെയിൽ, 25% അഫക്റ്റഡ് ഫീമെയിൽ, 25% നോർമൽ മെയിൽ, 25% അഫക്റ്റഡ് മെയിൽ. ക്വസ്റ്റ്യൻ ഇതാണ്, hemophilic man married a normal female whose father is probably hemophilic. Then probability of getting hemophilic offspring ഇവിടെ എത്ര എണ്ണം കിട്ടും? 25% ഫീമെയിൽ ഹീമോഫിലിക് ഉണ്ട്, 25% മെയിൽ ഹീമോഫിലിക് ഉണ്ട്. അതായത് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ 50% എന്താണ്? ഹീമോഫിലിക് ആണ്. സോ ആൻസർ ഓപ്ഷൻ 2, 50%. Gynecomastia is a morphological abnormality is possible for a human being with the following genotype. ഗൈനക്കോമാസ്റ്റേ മീൻസ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, മാംറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയുള്ള കണ്ടീഷനിലാണ്? ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് അന്യൂപ്ലോയിഡി 2n+1, ദാറ്റ് മീൻസ് ട്രൈസോമി ഇൻ സെക്സ് ക്രോമോസോം, പ്രസൻസ് ഓഫ് ആൻ എക്സ്ട്രാ ക്രോമോസോം ഇൻ മെയിൽ. മെയിലിൽ ഒരു എക്സ്ട്രാ ക്രോമോസോം വരുന്ന കണ്ടീഷനാണ്. ദ ഡിസോർഡർ ഈസ് നോൺ ആസ് ക്ലിൻഫെൽട്രേ സിൻഡ്രോം. This disorder is Klinefelter syndrome. മെയിൽ ഒരു എക്സ്ട്രാ ക്രോമോസോം കൂടെ കാണും, ദാറ്റ് ഈസ് Klinefelter syndrome. അപ്പോൾ എങ്ങനെ ആയിരിക്കും വരിക? 44 ഓട്ടോസോംസ് വിത്ത് XXY, അഡീഷണൽ എക്സ് ക്രോമോസോം ഉണ്ട്. ഇറ്റ് ഈസ് 44 ഓട്ടോസോംസ് വിത്ത് XXY. അതാണ് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാകുന്ന Klinefelter syndromത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ 3, 44 ഓട്ടോസോംസ് വിത്ത് XXY. Which of the following is not a symptom of Down syndrome? Down syndrome, it is an autosomal disorder. Autosomal chromosome ഉണ്ടാകുന്ന ഡിസോർഡർ ആണ്. ഇറ്റ് ഈസ് ആൻസർ അന്യൂപ്ലോയിഡി, അതൊരു അന്യൂപ്ലോയിഡിയാണ്. ദാറ്റ് മീൻസ് 2n+1. ബട്ട് അവിടെ സെക്സ് ക്രോമോസോമിലല്ല, ട്രൈസോമി ഇൻ 21st ക്രോമോസോം. Trisomy in 21st chromosome is called as Down syndrome. It is called as Down syndrome because it was proposed by Langdon Down. Langdon Down ആണ് ഈ ഡിസീസ് പ്രപ്പോസ് ചെയ്തുകൊണ്ടാണ് ഡൗൺ സിൻഡ്രോം എന്നറിയപ്പെടുക. അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പാർഷ്യലി ഓപ്പൺ മൗത്ത്, യെസ്, ഫറൗഡ് ടങ്, ഷോർട്ട് സ്റ്റേച്ചർ, ഡിലേഡ് ബ്ലഡ് ക്ലോട്ടിങ്. ഇതിൽ ഡിലേഡ് ബ്ലഡ് ക്ലോട്ടിങ് ഈസ് എ നോട്ട് ക്യാരക്ടർ ഓഫ് ഡൗൺ സിൻഡ്രോം. ബാക്കിയുള്ള എല്ലാം ഡൗൺ സിൻഡ്രോം ക്യാരക്ടേഴ്സാണ്. ഡിലേഡ് ബ്ലഡ് ക്ലോട്ടിങ് ഹിമോഫിലിയുടെ ക്യാരക്ടറാണ്. ഡൗൺ സിൻഡ്രോം ക്യാരക്ടേഴ്സ് പാർഷ്യലി ഓപ്പൺ മൗത്ത്, ഫറൗഡ് ടങ്, ഷോർട്ട് സ്റ്റേച്ചർ, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, ഇങ്ങനെയൊക്കെയുള്ള എന്താണ് ഡൗൺ സിൻഡ്രോത്തിൻ്റെ ക്യാരക്ടേഴ്സാണ്. സോ ആൻസർ ഓപ്ഷൻ 4. Then 20. Observe the pedigree chart and identify whether it is dominant or recessive. നമ്മൾ പെഡിഗ്രി ചാർട്ട് പറയുമ്പോൾ സർക്കിൾ എന്ന് പറയുമ്പോൾ ഫീമെയിൽ, ഷെയ്ഡഡ് സർക്കിൾ അഫക്റ്റഡ് ഫീമെയിൽ, സ്ക്വയർ മെയിൽ, ഷെയ്ഡഡ് സ്ക്വയർ അഫക്റ്റഡ് മെയിൽ, ഡയമണ്ട് സെക്സ് അൺസ്പെസിഫൈഡ് മീൻസ് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഈ ക്ലാസ്സിൽ 50 പേരുണ്ട്. 50 പേരെന്ന് പറയുമ്പോൾ അവിടെ സെക്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ദാറ്റ് കണ്ടീഷൻ ഈസ് സെക്സ് അൺസ്പെസിഫൈഡ്. അത് പറയുന്നതാണ് സെക്സ് അൺസ്പെസിഫൈഡ്. ഡയമണ്ട് ഷെയ്ഡഡ് ആയി കാണിക്കുവാണെങ്കിൽ എ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ അഫക്റ്റഡ്. ദാറ്റ് മീൻസ് അതിനകത്ത് മെയിലും ഉണ്ട് ഫീമെയിൽ, ബോത്ത് മെയിലും ഫീമെയിലും അഫക്റ്റഡ് ആണ്. ദിസ് ഈസ് മാരേജ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ.
ബട്ട് ഒരു ഡബിൾ ഹൊറിസോണ്ടൽ ലൈൻ വഴി ഇവരെ കണക്ട് ചെയ്താൽ ദ മാരേജ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. ദെൻ പേരൻസ് വിത്ത് ചിൽഡ്രൻ, പേരൻസ് അബോ ചിൽഡ്രൻ ബിലോ, പേരൻസ് വിത്ത് വൺ അഫക്റ്റഡ് ചൈൽഡ്. അപ്പോൾ ഇങ്ങനെ സിമ്പിൾസ് വഴി ഒരു ക്യാരക്ടറിനെ ഒബ്സർവ് ചെയ്യുന്നതാണ്. അങ്ങനെ പെഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുന്നു, പെഡിഗ്രി ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു. അനാലിസിസ് ഓഫ് എ പർട്ടിക്കുലർ ട്രൈറ്റ് ഇൻ എ ഫാമിലി, അതിനെയാണ് പറയുക പെഡിഗ്രി അനാലിസിസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ട് ഒബ്സർവ് ദി എബോവ് പെഡിഗ്രി ചാർട്ട് ആൻഡ് ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് ഡോമിനൻ്റ് ഓർ റെസസീവ്. അപ്പോൾ എന്ത് നോക്കിയേ, പേരൻസ് എന്ന് പറയുന്നത് നോർമലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു നോർമൽ ഫീമെയിലും ഒരു നോർമൽ മെയിലും കൂടെ മാരേജ് ചെയ്തു. മാരേജ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഒരു നോർമൽ മെയിലും ഒരു നോർമൽ ഫീമെയിലും ഒരു അഫക്റ്റഡ് മെയിലുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴാണ് ഉറപ്പായും ഇവർ ക്യാരിയർ ആയിരിക്കണം. സപ്പോസ് ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയയുടെ കേസ് എടുത്താൽ HbA HbS, HbA HbS, അങ്ങനെയാണ് അവർ തമ്മിൽ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? ഈ HbAയും HbAയും കൂടെ ചേർന്ന് നോർമൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകാം. ഓക്കെ, ഇനി HbA HbS ചേർന്ന് ക്യാരിയർ ഉണ്ടാകാം, HbS HbS ചേർന്ന് അഫക്റ്റഡ് ഉണ്ടാകാം. അപ്പോൾ പേരൻസിന് ഡിസീസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഷുവർ അവർ ക്യാരിയറാണ്. പേരൻസിന് ഡിസീസ് ഇല്ല, യങ്ങോൺസിന് ഡിസീസ് ഉണ്ടെങ്കിൽ അവർ ക്യാരിയർ ആയിരിക്കും. കാരണം അവരുടെ ബോഡിയിലുള്ളത് ഒരു റെസസീവ് ജീനാണ്. ആ റെസസീവ് ജീൻ ഹോമോസൈക്കസ് ആയി മാത്രം എക്സ്പ്രസ് ചെയ്തു. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓട്ടോസോമൽ. ഇത് സെക്സ് റിലേറ്റഡോ അല്ല, അത് മെയിലിനാകാം. അവിടെ നമ്മൾ നോക്കിയാൽ ഡയഗ്രത്തിൽ മെയിലും കാണിക്കുന്നുണ്ട്, ഫീമെയിലും കാണിക്കുന്നുണ്ട്. അത് മെയിലും ഉണ്ടാകും, ഫീമെയിലും ഉണ്ടാകും. സോ ഇറ്റ് ഈസ് ആൻ അല്ലോസോമൽ ഡിസോർഡർ. ഒരു റെസസീവ് ജീനുമാണ് ഇതിൻ്റെ ഡിസീസിന് കാരണം. സോ ഇറ്റ് ഈസ് ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓട്ടോസോമൽ ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. ഓപ്ഷൻ 4. Down syndrome or Mongolism is due to trisomy 21st chromosome. So answer option 3. Numerical chromosome changes leads to the basic set of chromosome is known as numerical changes in chromosome. ന്യൂമറിക്കൽ ചേഞ്ചസ് ഇൻ ക്രോമോസോമിനാണ് പ്ലോയിഡി എന്ന് പറയുക. അതിൽ ഒരു ഫുൾ സെറ്റ് ഓഫ് ക്രോമോസോം ആഡ് ചെയ്യുന്നതിനാണ് യൂപ്ലോയിഡി. എ ഫുൾ സെറ്റ് ഓഫ് ക്രോമോസോം ഈസ് ആഡഡ്. സോ ആൻസർ ഓപ്ഷൻ 2. Who among the following is considered as the father of human genetics? Archibald Garold is considered as the father of human genetics. So option 3. So these are some previous questions from the chapter genetics. Okay.